നമുക്ക് ഈ മാസം 17-ാം തീയതി ഒരു ഫയർ ഫോഴ്സ് ഡ്രൈവർ എക്സാം ഉണ്ടായിരുന്നു. അപ്പൊ അതില് 40 ചോദ്യങ്ങൾ നമ്മുടെ ജനറൽ സിലബസിൽ നിന്നായിട്ടുള്ളതായതുകൊണ്ട് ആ 40 ചോദ്യങ്ങൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് കരുതി. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്? ശരി. ഇന്ന് പരീക്ഷ ഉള്ളവർ ജസ്റ്റ് ഒന്ന് ക്ലാസ്സിന് കയറിയവർ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. ഓക്കെ. ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ 1921-22 നിസ്സഹരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതെന്നാണ് കണ്ടെത്തുക. അതായത് നമുക്ക് നിസ്സഹരണ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടുള്ള 4 സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ഒരെണ്ണം തെറ്റാണ്. അതിൽ ഒരെണ്ണം തെറ്റെന്ന് പറയാൻ കാരണം നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന കാണാൻ കഴിയും. എന്താണ്? ഓരോ ഓപ്ഷനിലും ഓരോന്ന് വെച്ചാൽ തന്നിട്ടുള്ളത്. അപ്പൊ ഇത് നമുക്ക് നോക്കുകയാണെങ്കിൽ ധനസമാഹരണത്തിന് തിലക് സ്വരാജ് ഫണ്ട് ആരംഭിച്ചു. അത് പൂർണ്ണമായും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മുടെ മുമ്പ് PSC ചോദിക്കുന്നത് തന്നെയാണ്. ധനസമാഹരണത്തിന് തിലക് സ്വരാജ് ഫണ്ട്, അതായത് ഗാന്ധിജി ആരംഭിച്ച തിലക് സ്വരാജ് ഫണ്ടിനെ കുറിച്ചുള്ള ഒരു പോയിന്റ്, അത് ശരിയാണ്. അടുത്ത, ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിലെ ദുഗിരാല ഗോപാലകൃഷ്ണാചാര്യയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിച്ചു. ഓക്കെ. ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിലെ ദുഗിരാല ഗോപാലകൃഷ്ണാചാര്യയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിച്ചു എന്നുള്ള പോയിന്റ്, ഇത് പലർക്കും ഡൗട്ട് ഉള്ള ഒരു പോയിന്റ് ആയിരിക്കും. അങ്ങനെ ഒരു സംഭവം അധികാരം കേട്ട് കാണത്തില്ല. പുതിയ SCT ഒക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടിക്കാണും. ഓക്കെ അല്ലേ? സ്വാതന്ത്ര്യത്തിനുള്ള ബഹുജന മുന്നേറ്റം ആ ചാപ്റ്റർ ഇത് പറയുന്നുണ്ട്. ഓക്കെ, അതവിടെ ഇരുന്നോട്ടെ. അടുത്ത്, കാശി വിദ്യാപീഠ്, ജാമിയ മിലിയ ഇസ്ലാമിയ പോലെയുള്ള ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കപ്പെടും. നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നിസ്സഹരണ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കാശി വിദ്യാപീഠ്, ജാമിയ മിലിയ ഇസ്ലാമിയ, അതുപോലെ തന്നെ ഗുജറാത്ത് വിദ്യാപീഠം പോലുള്ള ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടത്. ഓക്കെ, അപ്പൊ അതും ശരിയാണ്. ഇനി അടുത്ത 4ാമത്തെ പോയിന്റ്, റാണി ഗേഡുലുവിന്റെ നേതൃത്വത്തിൽ നാഗാലാൻഡിൽ വിദേശ ശക്തികൾക്കെതിരെ പോരാട്ടങ്ങൾ നടന്നു എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അതായത് ഇപ്പൊ നമുക്ക് ഒന്നുകിൽ 2 അല്ലെങ്കിൽ 4 തെറ്റ്. ഇവിടെ നമുക്ക് 2 ശരിയാണ്, 4 തെറ്റായിട്ട് വരുന്നത്. ഓക്കെ. റാണി ഗേഡുലു ജനിക്കുന്നത് തന്നെ 1915 റാണി ഗേഡുലു ജനിക്കുന്നത്. ഓക്കെ അല്ലേ? റാണി ഗേഡുലു ജനിച്ച വർഷം 1915. അപ്പൊ എന്തായാലും 1921-22 കാലഘട്ടത്തിൽ അവരുടെ നേതൃത്വത്തിൽ ഒരു പോരാട്ടം നടക്കാൻ ചാൻസ് ഇല്ല. സോ ഇവിടെ ഓപ്ഷൻ 4 തെറ്റായിട്ടുള്ളത്. അപ്പൊ ഓപ്ഷൻ D ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ഈ റാണി ഗേഡുലുവിന് ഒരു വിശേഷണമുണ്ട്. ആർക്കെങ്കിലും അറിയോ റാണി ഗേഡുലിന്റെ വിശേഷണം? റാണി ഗേഡുലുവിനെയാണ് നാഗന്മാരുടെ റാണി, നാഗന്മാരുടെ റാണി എന്നറിയപ്പെടുന്നത് റാണി ഗേഡുലുവിനെയാണ്. അങ്ങനെ വിളിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ നാഗ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് ഈ പറയുന്ന നമ്മുടെ വടക്കിഴക്കൻ ഇന്ത്യ പ്രദേശത്ത്. അപ്പൊ അവരുടെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഈ ബ്രിട്ടീഷുകാർക്കെതിരെ മറ്റും പോരാടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, ഈ പറയുന്ന റാണി ഗേഡുലു എന്ന് പറയുന്നത്. നാഗമാട റാണി എന്ന് വിളിക്കാനുള്ള കാരണം അതാണ്. നാഗമാട റാണി എന്ന് വിളിച്ചതാരെന്നറിയോ? റാണി ഗേഡുലുവിനെ നാഗമാട റാണി എന്ന് വിളിച്ചതാരെന്നറിയോ? അത് ജവഹർലാൽ നെഹ്റു ആണ്. നാഗമാട റാണി എന്ന് ആരെ വിളിച്ചത്? റാണി ഗേഡുലുവിനെ വിളിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. നാഗമാട റാണി എന്ന് റാണി ഗേഡുലുവിനെ വിളിച്ചത് കേട്ടോ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. 1857 കലാപത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയ നേതാവ് ആരായിരുന്നു ചോദ്യം. ഈ കാൺപൂരിൽ നേതൃത്വം നൽകിയ നേതാവ് സ്ഥിരം ചോദ്യമാണ്. ആരാ പിള്ളേരെ കാൺപൂരിൽ നേതൃത്വം നൽകിയ നേതാവ് ആരാ? അറിയാന്നുള്ളത് കമന്റ് ചെയ്തേ. കാൺപൂരിൽ നേതൃത്വം നൽകിയ നേതാവ് ആരാണ്? ആർക്ക് പറയാം? കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബാണ് അല്ലെ? നാനാ സാഹിബാണ് കാൺപൂരിൽ നേതൃത്വം നൽകിയത്. ആരെന്ന് കിട്ടിയത്? നാനാ സാഹിബാണ് കാൺപൂരിൽ നേതൃത്വം നൽകിയത്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തിരുവിതാംകൂർ ഭരണാധികാരി മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ്. തിരുവിതാംകൂർ ഭരണാധികാരി മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള പോയിന്റ്സ് തന്നെയാണ്. ക്യാപ്റ്റൻ ഡിലനോയുടെ സഹകരണത്തോടെ തിരുവിതാംകൂർ സൈന്യത്തെ ആധുനികവൽക്കരിച്ചു. ഇപ്പൊ നമ്മൾ ഡിഗ്രി ഫിലിംസിനും ചോദിച്ച പോയിന്റ് അതുപോലെ ചോദിച്ചിരിക്കുന്നതാണ്. ക്യാപ്റ്റൻ ഡിലനോയുടെ നേതൃത്വത്തിൽ നമുക്കറിയാം, ഡച്ച് നാവികനായിട്ടുള്ള ഡിലനോയി അദ്ദേഹത്തിന്റെ സഹായത്തോടെ തിരുവിതാംകൂർ സൈന്യത്തെ ആധുനികവൽക്കരിച്ചു എന്നുള്ളതും കോട്ടകൾ നിർമ്മിച്ചു എന്നുള്ളതും ഒക്കെ ശരിയായിട്ടുള്ള പോയിന്റ് തന്നെയാണ്. അപ്പൊ 1 ശരി. അടുത്ത്, മൈസൂരിയൻ ഭരണാധികാരികളുടെ ആക്രമണങ്ങൾ തടയുന്നതിനായി നെടുങ്കോട്ട നിർമ്മിച്ചു. ഓക്കെ. നെടുങ്കോട്ട നിർമ്മിച്ചത് ആരെന്നറിയോ? മാർത്താണ്ഡവർമ്മയാണോ നെടുങ്കോട്ട നിർമ്മിച്ചത്?
നെടുങ്കോട്ട നിർമ്മിച്ചത് ആരെന്നറിയോ പിള്ളേരെ? ആ പോയിന്റ് അറിയാമെങ്കിൽ ഉത്തരവായി. നെടുങ്കോട്ടയുടെ പോയിന്റ് അറിയാമെങ്കിൽ ഉത്തരവായി. പിള്ളേരെ നെടുങ്കോട് 1766 കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് നെടുങ്കോട്ട പണിയെഴുപ്പിക്കുന്നത്. ഓക്കെ, നെടുങ്കോട്ട പണിയെഴുപ്പിച്ചത് എവിടെയെന്നറിയോ? നെടുങ്കോട്ട പണി കഴിപ്പിച്ചത് എവിടെയെന്നറിയോ നിങ്ങൾക്ക്? എവിടെയാണ് നെടുങ്കോട്ട പണി കഴിപ്പിച്ചത്? നെടുങ്കോട്ട പണി കഴിപ്പിച്ചത് തൃശ്ശൂരാണ് കേട്ടോ. തൃശ്ശൂരിലാണ് നെടുങ്കോട്ട പണി കഴിപ്പിച്ചത്. ഓക്കെ, 1766 കാർത്തിക തിരുനാൾ രാമവർമ്മ, തൃശ്ശൂര്. നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്തത് രാജാ കേശവദാസ് ആണ് നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്തത്. അതായത് രണ്ടാമത്തെ പോയിന്റ് തെറ്റാണ്. അത് മാർത്താണ്ഡവർമ്മയുടെ കാലത്തല്ല. മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം 1729 മുതൽ 58 വരെയാണ് മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം. 58 മുതൽ 98 വരെ ഭരണം നടത്തിയത് കാർത്തിക തിരുനാളാണ്. അപ്പൊ കാർത്തിക തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് നെടുങ്കോട്ട പണിയെഴുപ്പിക്കുന്നത്. സോ രണ്ടാമത്തെ പോയിന്റ് തെറ്റ്. രണ്ടാമത്തെ പോയിന്റ് ഇവിടെ ശരിയെന്ന് പറയുന്നുണ്ട്. ഓപ്ഷൻ എ കളയാം. ഇവിടെ പറയുന്നുണ്ട് ഓപ്ഷൻ ബി കളയാം. രണ്ടാമത്തെ പോയിന്റ് ഇവിടെയും പറയുന്നുണ്ട്. നമുക്ക് അപ്പൊ ഓപ്ഷൻ ഡിയും കളയാം. ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 3, 4 ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, പതിവ് കണക്കെന്ന പേരിൽ വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു. അത് ശരിയാണ്. പതിവ് കണക്കെന്ന പേരിൽ വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു. ആരാ? അത് നമ്മുടെ മാർത്താണ്ഡവർമ്മയാണ്. 1753 ഡച്ചുകാരുമായി മാവേലിക്കര ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. അതും ശരിയാണ്. ഓക്കെ അല്ലേ? അതൊരു ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ ആ ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുക. അടുത്ത ഇതിൽ വന്നിട്ടുള്ളൊരു നിലവാരമുള്ള ചോദ്യം ഇതായിരുന്നു. പക്ഷെ എന്നാൽ എഴുതാൻ പറ്റുന്നതാണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരെന്ന് തിരിച്ചറിയുക. അമേരിക്കൻ ഐക്യനാടുകളുടെ 3ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു. അമേരിക്ക ഫ്രാൻസിൽ നിന്നും ലൂസിയാന വിലയ്ക്ക് വാങ്ങിയത് ഇദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ പ്രധാന ശില്പികളിൽ ഒരാളായിരുന്നു. ഓക്കെ, അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ പ്രധാന ശില്പിയായിരുന്ന ഒരു വ്യക്തിയാണ് ആര് കുട്ടികളെ? തോമസ് ജെഫേഴ്സൺ. അദ്ദേഹം തന്നെയാണ് എത്രാമത്തെ? മൂന്നാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് തോമസ് ജെഫേഴ്സൺ ആണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ. അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റ് ആരാ? അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റ് ആരാ കുട്ടികളെ? അമേരിക്കയുടെ ആദ്യ പ്രസിഡന്റ് ആരാ? നിങ്ങൾ പഠിക്കുന്നുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റ് ജോർജ് വാഷിംഗ്ടൺ ആണ്. 1ാമത്തെ പ്രസിഡന്റ് ജോർജ് വാഷിംഗ്ടൺ ആണ്. അമേരിക്കയുടെ ആദ്യ പ്രസിഡന്റ് ജോർജ് വാഷിംഗ്ടൺ. ഓക്കെ, രണ്ടാമത്തെ പ്രസിഡന്റ് ജോൺ ആഡംസ്. മൂന്നാമത്തെ പ്രസിഡന്റ് തോമസ് ജെഫേഴ്സൺ. നാലാമത്തെ പ്രസിഡന്റ് ജെയിംസ് മാഡിസൺ. 1 ജോർജ് വാഷിംഗ്ടൺ, 2 ജോൺ ആഡംസ്, 3 തോമസ് ജെഫേഴ്സൺ, 4 ജെയിംസ് മാഡിസൺ. ഈ ജെയിംസ് മാഡിസൺ തന്നെയാണ് അമേരിക്കയുടെ എന്ത് തയ്യാറാക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കുന്നത് അല്ലെ? അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നത് ജെയിംസ് മാഡിസൺ ആണ്. അമേരിക്കൻ ഭരണഘടന നിലവിൽ വരുന്ന വർഷവും ഡേറ്റും അറിയോ? അമേരിക്കൻ ഭരണഘടന നിലവിൽ വരുന്ന വർഷവും ഡേറ്റും. ഓക്കെ, വർഷം ഓർത്തോണം. 1789 ആണ് കേട്ടോ. 1789 ഇമ്പോർട്ടന്റ് ആണ്. 1789. ഓക്കെ, അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നത് 1789 ഓർത്തിരിക്കുക. അതുപോലെ തന്നെ അതിന് രൂപം നൽകിയ വ്യക്തിയുടെ പേര് ജെയിംസ് മാഡിസൺ എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ജൂലൈ 4 1776 ജൂലൈ 4 ഇമ്പോർട്ടന്റ് ഡേറ്റ് ആണ്. 1776 ജൂലൈ 4 അത് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് കേട്ടോ. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് 1776 ജൂലൈ 4. 1776 ജൂലൈ 4 കേട്ടോ. മനസ്സിലായോ?
ഒരു 4 തന്നെയാണ്. 1789 മാർച്ച് 4 കേട്ടോ. മാർച്ച് 4 മാർച്ച് 4. 1789 മാർച്ച് 4 അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലയിൽ വരുന്നത്. രൂപം നൽകിയത് ജെയിംസ് മാഡിസൺ. ആരാവട്ടിലെ ജെയിംസ് മാഡിസൺ. ഓക്കെ അല്ലേ? അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം 1776 ജൂലൈ 4. 1776 ജൂലൈ 4. ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കൻ ഭരണഘടന നിലവിൽ വരുന്നത് അത് 1789 മാർച്ച് 4. 1789 മാർച്ച് 4. ഓക്കെ, ഈ ഡേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുതേ. ഓക്കെ, ശരി. അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റ് ആണെന്ന് പറയാമോ? 16ാമത്തെ പ്രസിഡന്റ് അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റ് ആരെങ്കിലും അറിയോ? അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റ് ആണ് എബ്രഹാം ലിങ്കൺ. എബ്രഹാം ലിങ്കൺ ആണ് അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റ്. എബ്രഹാം ലിങ്കൺ ആണ് 16ാമത്തെ പ്രസിഡന്റ്. അമേരിക്കയുടെ 45ാമത്തെ പ്രസിഡന്റ് ആണെന്ന് അറിയോ? 45ാമത്തെ പ്രസിഡന്റ് അമേരിക്കയുടെ 45ാമത്തെ പ്രസിഡന്റ് ആരാ കുട്ടികളെ? 45ാമത്തെ പ്രസിഡന്റ് അത് ഡൊണാൾഡ് ട്രംപ് ആണല്ലേ. ഡൊണാൾഡ് ട്രംപ് ആണ് 45ാമത്തെ പ്രസിഡന്റ്. 46ാമത്തെ പ്രസിഡന്റ് ജോ ബൈഡൻ. 46ാമത്തെ പ്രസിഡന്റ് ജോ ബൈഡൻ. 47ാമത്തെ പ്രസിഡന്റും ആര് തന്നെ? ട്രംപ്. 47ാമത്തെ പ്രസിഡന്റും ആരാണ്? ട്രംപ്. ഓക്കെ അല്ലേ? 45ഉം ട്രംപ്, 47ഉം ട്രംപ്, 46 ജോ ബൈഡൻ. 46 ജോ ബൈഡൻ. ഓക്കെ, ഒരു വ്യക്തിക്ക് എത്ര തവണ അമേരിക്കൻ പ്രസിഡന്റ് ആകാം എന്ന് കേട്ടാൽ ഒരു വ്യക്തിക്ക് 2 തവണ അമേരിക്കൻ പ്രസിഡന്റ് ആകാൻ പറ്റും. ഒരു തവണ അമേരിക്കൻ പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ 4 വർഷത്തേക്ക് അദ്ദേഹത്തിന് ആ പദവിയിൽ ഇരിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? ഒരു വ്യക്തിക്ക് 2 തവണ അമേരിക്കൻ പ്രസിഡന്റ് ആകാം. ഒരു തവണ ആയി കഴിഞ്ഞാൽ 4 വർഷത്തേക്ക് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ആ പദവിയിൽ ഇരിക്കാൻ പറ്റും എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? അന്താരാഷ്ട്ര കൂട്ടായ്മയായ ബ്രിക്സിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് 2026 തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് രാജ്യമെന്നാണ് ചോദ്യം. ബ്രിക്സിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് 2026 ബ്രിക്സിന്റെ വേദിയാണ് ചോദ്യം. 2026 ബ്രിക്സിന്റെ വേദി ആർക്കെങ്കിലും അറിയോ? അറിയേണ്ടതാണ്. 2026 ബ്രിക്സിന്റെ വേദി നിന്നെയൊക്കെ കുറെ തവണ പറയുന്നത് പഠിപ്പിച്ച സാധനമാണ്. 2026 ഇന്ത്യ അല്ലേ? 2026 ബ്രിക്സിന്റെ വേദി ഇന്ത്യയാണ് അല്ലേ? ഇന്ത്യയാണ്. 2026 ബ്രിക്സിന്റെ വേദി എന്ന് ഇട്ട് കഴിഞ്ഞാൽ ഇന്ത്യയാണ് അല്ലേ? ഇന്ത്യ. ഓക്കെ, ഇന്ത്യ. അവിടെ ഡൗട്ടൊന്നുമില്ല. ഓക്കെ, 2025 എവിടെയായിരുന്നു? 2025 എവിടെയായിരുന്നു? 2025 എവിടെയായിരുന്നു? 2025 പറ. 2025 എവിടെയായിരുന്നു? ആ, 2025 ബ്രസീലായിരുന്നു. 2025 ബ്രസീലായിരുന്നു. അത് 17ാമത്തെ ബ്രിക്സ് ആയിരുന്നു. 17ാമത്തെ ബ്രിക്സ് ആയിരുന്നു. ഓക്കെ അല്ലേ? 2026 18ാമത്തെ ബ്രിക്സ് അത് ഇന്ത്യ. 18ാമത്തെ ബ്രിക്സ് ഇന്ത്യ. അടുത്ത് 2027 19ാമത്തെ ബ്രിക്സ്. 19ാമത്തെ ബ്രിക്സ് എവിടെയാണ്? അമേരിക്ക. 19ാമത്തെ ബ്രിക്സ് എവിടെയാണ് കുട്ടികളെ? അമേരിക്ക. അപ്പൊ 2025 17 അത് എവിടെയായിരുന്നു? അത് ബ്രസീലായിരുന്നു. 2026 18 ഇന്ത്യ. 2027 19 അമേരിക്ക അല്ല കുട്ടികളെ, സോറി, ചൈനയാണ്. ചൈനയാണ്. അമേരിക്ക അല്ല, ചൈന. സോറി, ചൈനയാണ്. അമേരിക്ക അല്ല, ചൈനയാണ്. പറഞ്ഞ മാറിപ്പോയതാണ്. ഒന്നുകൂടെ പറഞ്ഞുതരാം. 25 ബ്രസീല്. ഓക്കെ, 26 ഇന്ത്യ. 27 ചൈന. 27 ചൈന. ഓക്കെ അല്ലേ? 24 റഷ്യ. 24 റഷ്യയായിരുന്നു. 24 റഷ്യയായിരുന്നേ. റഷ്യയിലെ കസാനിലായിരുന്നു 24. ഓക്കെ അല്ലേ? 24 ബ്രസീല്, 25 26 ഇന്ത്യ, 27 ചൈന. ഓക്കെ, എനിക്ക് പറഞ്ഞ മാറിപ്പോയതാ. ഓക്കെ, പിള്ളേർ പറഞ്ഞ മാറിപ്പോയെന്ന്. കൊല്ലാതെ നിങ്ങള്.
എന്നാ വഴി 2026 G20 അമേരിക്കയിലാണ്. ഇപ്പൊ കിട്ടിയല്ലോ. 2026 G20 അമേരിക്കയിലാണ്. ഓക്കെ. 2025 G20 എവിടെയായിരുന്നു? സൗത്ത് ആഫ്രിക്കയിലായിരുന്നു. 2025 G20 സൗത്ത് ആഫ്രിക്കയിൽ, 2026 G20 അമേരിക്കയിൽ. ഇനി അമേരിക്ക ഒന്നിലും വന്നില്ലെന്ന് വേണ്ട. 2025 G20 സൗത്ത് ആഫ്രിക്ക SA, 2025 SA-യില്, 2026 USA, 2026 USA. ഓക്കെ അല്ലേ? SA USA മനസ്സിലായ? 2025 G20 സൗത്ത് ആഫ്രിക്ക, 2026 G20 USA, 2026 G20 USA. ഓക്കെ. ക്ലിയർ അല്ലേ കുട്ടികളെ? 2026 G7 ആർക്കെങ്കിലും ഓർത്ത് പറയാൻ പറ്റുന്നുണ്ടോ? G7 ആർക്കെങ്കിലും ഓർത്ത് പറയാൻ പറ്റുമോ? 2026 G7 2026 G7 G7 ഫ്രാൻസ്, G7 ഫ്രാൻസ് 2026 G7 ഫ്രാൻസ്, 2026 G7 ഫ്രാൻസ്, 2026 G7 ഫ്രാൻസ്. ഓക്കെ. 2025 G7, 2025 G7 പറ. 2025 G7 എവിടെയായിരുന്നു? 2025 G7 2025 G7 കാനഡ. 2025 G7 എവിടെയായിരുന്നു കുട്ടികളെ? കാനഡ ആയിരുന്നു അല്ലെ? കാനഡ. ഓക്കെ ശരി. അപ്പം 26 ബ്രിക്സ് ഇന്ത്യ, 26 G20 അമേരിക്ക, 26 G7 ഫ്രാൻസ്. 26 ബ്രിക്സ് ഇന്ത്യ, 26 G20 അമേരിക്ക, 26 G7 ഫ്രാൻസ്. ഓക്കെ. 25 ബ്രിക്സ് ആണെങ്കിൽ ബ്രസീല്, 25 G20 ആണെങ്കിൽ സൗത്ത് ആഫ്രിക്ക, 25 G7 ആണെങ്കിൽ കാനഡ. ഓക്കെ, ഓർത്തിരിക്കുക. ക്ലിയർ ആണ്. ശരി പിള്ളേരെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹിമാലയൻ നദികളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം എന്നതാണ് ചോദ്യം. ഹിമാലയൻ നദികളെ കുറിച്ചുള്ള ചോദ്യമാണ്. അറ്റൻഡ് ചെയ്യാം. ഹിമാലയ നദികൾ, ഹിമാനികളുടെ ഉരുകലും മഴയും കാരണം ഇവ സ്ഥിരപ്രവാഹ നദികളാണ്. സ്ഥിരപ്രവാഹ നദി എന്ന് ഉദ്ദേശിക്കുന്നത് വർഷം മുഴുവൻ അതിൽ ജലമുണ്ടാകും. ഇപ്പൊ മഴക്കാലത്താണെങ്കിൽ മഴയിൽ നിന്നുള്ള ജലമുണ്ടാകും, വേനൽക്കാലത്താണെങ്കിൽ മഞ്ഞുരുകിയുള്ള ജലമുണ്ടാകും. ഓക്കെ, അപ്പൊ അത് ശരിയാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇവയുടെ താഴ്ന്ന ഭാഗങ്ങളിൽ വിശാലമായ പ്രളയ സമതലങ്ങൾ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് തന്നെയാണ്, എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. ഇതിന്റെ താഴ്ന്ന ഭാഗങ്ങളിൽ വിശാലമായ പ്രളയ സമതലങ്ങൾ രൂപപ്പെടുന്നു എന്നുള്ള പോയിന്റ്, അതും ശരിയാണ്. ഇവയുടെ നീളം ഉപദ്വീപീയ നദികളേക്കാൾ കുറവാണ്. തെറ്റാണ്. ഇവയ്ക്ക് ഉപദ്വീപീയ നദികളേക്കാൾ കൂടുതൽ നീളമുള്ള നദികളാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പം 1ഉം 2ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് ആൻസർ. എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റും. അടുത്ത്, ജാർഖണ്ഡിലെ ജാറിയ പ്രധാനമായും എന്തിനാണ് പ്രസിദ്ധം? ജാർഖണ്ഡിലെ ജാറിയ പ്രധാനമായും എന്തിനാണ് പ്രസിദ്ധം? നമുക്കറിയാം, ജാറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ കൽക്കരി ഖനിയാണ്. ഏറ്റവും വലിയ കൽക്കരി ഖനിയാണ് എന്ന് പറയുന്നത് ജാറിയ എന്ന് പറയുന്നത്. ഏറ്റവും വലിയ കൽക്കരി ഖനിയാണ് ഏതൊട്ടില്ല ജാറിയ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഈ 2 ഓപ്ഷനിലാണ് കൽക്കരിയുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഒന്ന് ലിഗ്നൈറ്റ് കൽക്കരി ഉൽപാദനം, പിന്നെ ഉയർന്ന നിലവാരത്തിലുള്ള കോക്കിംഗ് കൽക്കരി. 2 പോയിന്റുകൾ. ഓക്കെ, ലിഗ്നൈറ്റ് കൽക്കരി വരുന്നത് എവിടെയാ കുട്ടികളെ? ലിഗ്നൈറ്റ് കൽക്കരി വരുന്നത് SCERT ബേസ് ചെയ്ത് നിങ്ങൾ പഠിച്ചു കാണും. തമിഴ്നാട് നെയ്വേലിയിലാണ് ലിഗ്നൈറ്റ് കൽക്കരി വരുന്നത്. തമിഴ്നാട് നെയ്വേലി പ്രദേശത്താണ് ഗുണമേന്മ കുറവുള്ള ലിഗ്നൈറ്റ് കൽക്കരി വരുന്നത്. അപ്പൊ അതായത് ഉയർന്ന നിലവാരത്തിലുള്ള കോക്കിംഗ് കൽക്കരിയാണ് എവിടെ വരുന്നത് കുട്ടികളെ? ജാറിയയിൽ വരുന്നത്. ഉയർന്ന നിലവാരത്തിലുള്ള കോക്കിംഗ് കൽക്കരിയാണ് എവിടെ വരുന്നത്? ജാറിയയിൽ വരുന്നത്. ഉയർന്ന നിലവാരത്തിലുള്ള കോക്കിംഗ് കൽക്കരിയാണ് ജാറിയയിൽ വരുന്നത്. ഓപ്ഷൻ സി ആൻസർ ആയിട്ട് വരുന്നു. ഓക്കെ, ഓക്കെ. അടുത്തൊരു നിലവാരമുള്ള ചോദ്യമാണ്. കൊല്ലംകാർക്ക് വേണ്ടിയുള്ള ചോദ്യമാണ്. കൊല്ലം ജില്ലയിലെ ചവറ പ്രദേശത്ത് ഖനനം ചെയ്യുന്ന ധാതുക്കളെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം എന്നാണ്. കൊല്ലം ജില്ലയിലെ ചവറ വളരെ ഈ ധാതുക്കൾക്കും അതായത് മിനറൽസിനും മറ്റും പ്രസിദ്ധമായ സ്ഥലമാണ് കൊല്ലം ജില്ലയിലെ ചവറ.
അവിടെ ഒരു സ്ഥാപനമുണ്ട്. നിങ്ങൾക്ക് അത് ഏതെന്നറിയോ? ഈ കൊല്ലം ജില്ലയിലെ ചവറയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമുണ്ട്. ഏതാണ് ആ സ്ഥാപനത്തിന്റെ പേരാണ് KMML. എന്താണ് KMML? KMML എന്ന് വെച്ചാൽ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്. എന്താ കുട്ടികളെ? കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് ആണ് ഈ KMML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് ആണ് KMML. ഓക്കെ, അപ്പൊ അത് ഓർത്തിരിക്കുക കേട്ടോ. മോണോസൈറ്റ് ആണവോർജത്തിന് ഉപയോഗിക്കുന്ന തോറിയത്തിന്റെ പ്രധാന ഉറവിടമാണ്. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങള് മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോറിയത്തിന്റെ അയിരാണ് മോണോസൈറ്റ്. തോറിയത്തിന്റെ അയിരാണ് എന്ത് കുട്ടികളെ? മോണോസൈറ്റ്. നമുക്കറിയാം തോറിയം എന്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട്? ആണവോർജത്തിനായിട്ട്, ആണവോർജ ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത സിർക്കോൺ സെറാമിക് ഉൽപ്പന്നങ്ങൾ അതാര്യമാക്കാനും അവയുടെ താപപ്രതിരോധ ശേഷി കൂട്ടാനും ഉപയോഗിക്കുന്നു. അവിടെ ഒരു പോയിന്റ് പഠിക്കാണ്ട്. സെറാമിക് ഉൽപ്പന്നങ്ങൾ അതാര്യമാക്കാനും അവയുടെ താപപ്രതിരോധ ശേഷി കൂട്ടാനും ഉപയോഗിക്കുന്നത് സിർക്കോൺ ആണ്. ഏതാ കുട്ടികളെ? സിർക്കോൺ ആണ്. സെറാമിക് ഉൽപ്പന്നങ്ങൾ അതാര്യമാക്കാനും അവയുടെ താപപ്രതിരോധ ശേഷി കൂട്ടാനും ഉപയോഗിക്കുന്നത് എന്ത് നേട്ടി കഴിഞ്ഞാൽ സിർക്കോൺ ആണ്. സിർക്കോൺ. അതുപോലെ റൂട്ടയിൽ പെയിന്റുകളും പിഗ്മെന്റുകളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡയോക്സൈഡിന്റെ പ്രധാന ഉറവിടമാണ്. ടൈറ്റാനിയത്തിന്റെ അയിര് തന്നെയാണ് കുട്ടികളെ റൂട്ടൈൽ എന്ന് പറയുന്നത് അല്ലെ? ടൈറ്റാനിയത്തിന്റെ അയിരാണ് എന്ന് പറയുന്നത് റൂട്ടൈൽ എന്ന് പറയുന്നത് അല്ലെ? റൂട്ടൈൽ മാത്രമല്ല ടൈറ്റാനിയത്തിന്റെ അയിര്, റൂട്ടൈലുമുണ്ട് ഇൽമനൈറ്റുമുണ്ട് അല്ലെ? റൂട്ടൈലുമുണ്ട് ഇൽമനൈറ്റുമുണ്ട്. ഇൽമനൈറ്റും റൂട്ടൈലുമാണ് ടൈറ്റാനിയത്തിന്റെ അയിരുകൾ. ഓക്കെ, ഈ പെയിന്റുകളും പിഗ്മെന്റ് എന്ന് വെച്ചാൽ വർണ്ണവസ്തുക്കളാണ് പിഗ്മെന്റ്. അപ്പൊ അതൊക്കെ നിർമ്മിക്കാനാണ് ടൈറ്റാനിയം ഡയോക്സൈഡിന്റെ കുട്ടികളെ ഉപയോഗിക്കുന്നത്. അപ്പൊ അതും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ. 1, 2, 3 ഇവയെല്ലാം. ഓക്കെ, മോണോസൈറ്റ് തോറിയത്തിന്റെ അയിരാണ്. ഓക്കെ, ആണവോർജത്തിനായിട്ടാണ് തോറിയം ഉപയോഗിക്കുന്നത്. സിർക്കോൺ ഉപയോഗിക്കുന്നത് സെറാമിക് ഉൽപ്പന്നങ്ങൾ അതാര്യമാക്കാനും അവയുടെ താപപ്രതിരോധ ശേഷി കൂട്ടാനുമാണ്. ഓക്കെ, റൂട്ടൈല് പെയിന്റുകളും പിഗ്മെന്റുകളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡയോക്സൈഡിന്റെ പ്രധാന ഉറവിടമാണ്. ടൈറ്റാനിയത്തിന്റെ അയിരുകൾ ഇൽമനൈറ്റും റൂട്ടൈലുമാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ ഓപ്ഷൻ ഡി ആണ്. അപ്പൊ ഇതൊക്കെ എവിടെ ഖനനം ചെയ്യുന്നുണ്ട്? നമ്മുടെ കൊല്ലം ജില്ലയിലെ ചവറ പ്രദേശത്ത് ഇതൊക്കെ ഖനനം ചെയ്യപ്പെടുന്നുണ്ടെന്ന കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത താഴെ പറയുന്നവയിൽ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗമായ ഉപപീഠഭൂമി ഏതാണ്? നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള ഉപപീഠഭൂമി ഏതെന്നാണ് ചോദ്യം. അറിയോ ആർക്കെങ്കിലും? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള ഉപപീഠഭൂമി അറിഞ്ഞൂടെങ്കിൽ അത് ഹസാരിബാഗ് പീഠഭൂമിയാണ് കേട്ടോ. ഹസാരിബാഗ് പീഠഭൂമിയാണ് കേട്ടോ. ഹസാരിബാഗ് പീഠഭൂമിയാണ്. പഠിച്ചിരിക്കുക. ഹസാരിബാഗ് പീഠഭൂമിയാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള ഉപപീഠഭൂമി ഏതെന്ന് കേട്ട് കഴിഞ്ഞാൽ ഹസാരിബാഗ് ആണ് കേട്ടോ. അടുത്ത ചോദ്യം, മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് സംബന്ധിച്ച താഴെ കൊടുത്ത പ്രസ്താവനകൾ ശരിയായവ ഏതെല്ലാം എന്നാണ്. മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ കടൽപ്പാലം. ആ പോയിന്റ് ശരിയാണ്. കൂടാതെ അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിലാണ് ഔദ്യോഗികമായി നാമകരണം ചെയ്തിരിക്കുന്നത്. ആ പോയിന്റും ശരിയാണ്. അതായത് ഒന്നാമത്തെ ശരി. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ കടൽപ്പാലമാണ്. വളരെ 21.8 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. ഇതിന് 21.8 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അതിൽ 16.5 കിലോമീറ്റർ കടലിന് മുകളിലാണ്. ടോട്ടൽ 21.8 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ്. അതിൽ 16.5 കിലോമീറ്റർ കടലിന് മുകളിലാണ് കേട്ടോ. അടുത്ത, ഇത് മുംബൈയിലെ സേവ്രിയെ നവി മുംബൈയിലെ നവശേവയുമായി ബന്ധിപ്പിക്കുന്നു. ശരിയാണ്. മുംബൈയിലെ സേവ്രി നഗരത്തെ നവി മുംബൈയിലെ നവശേവയുമായി ബന്ധിപ്പിക്കുന്നു. അത് ശരിയാണ്. ഈ പദ്ധതി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് നടപ്പിലാക്കുന്നത്. അത് തെറ്റാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ല നടപ്പിലാക്കുന്നത്. മുംബൈ
മെട്രോപൊളിറ്റൻ റീജിയൻ ഡെവലപ്മെന്റ് അതോറിറ്റി. മുംബൈ മെട്രോപൊളിറ്റൻ റീജിയൻ ഡെവലപ്മെന്റ് അതോറിറ്റി. മുംബൈ മെട്രോപൊളിറ്റൻ റീജിയൻ ഡെവലപ്മെന്റ് അതോറിറ്റിയാണ് നടപ്പിലാക്കുന്നത്. അവരാണ് നിർമ്മാണം നടത്തുന്നത്. മെയിൻ്റനൻസ് അവർ തന്നെയാണ്. ഓക്കെ. 2024 ജനുവരി മാസം 12-ാം തീയതി 2024 ജനുവരി മാസം 12-ാം തീയതി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ജനുവരി മാസം 13 മുതൽ പ്രവർത്തനം ആരംഭിച്ചു. ഓക്കെ അല്ലേ? ഒന്നുകൂടെ പറയണോ പിള്ളേരെ? മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്കിനെ കുറിച്ച് ഒന്നുകൂടെ പറയണോ? ആർക്കെങ്കിലും ഒന്നുകൂടെ പറയണോ? ഓക്കെ, ഒന്നുകൂടെ പറയണം. നോക്കിയോ, ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ കടൽപ്പാലം അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിലാണ് ഔദ്യോഗികമായി നാമകരണം ചെയ്തിരിക്കുന്നത്. 21.8 കിലോമീറ്റർ ടോട്ടൽ ഡിസ്റ്റൻസ്. 21.8 കിലോമീറ്റർ ടോട്ടൽ ഡിസ്റ്റൻസ്. അതിൽ 16.5 കിലോമീറ്റർ കടലിന് മുകളിൽ, ബാക്കിയുള്ള 5.3 കിലോമീറ്റർ ലാൻഡിലാണ്. ടോട്ടൽ 21.8 കിലോമീറ്റർ, അതിൽ 16.5 കടലിലാണ്, 5.3 കിലോമീറ്റർ ലാൻഡിലാണ്. ബന്ധിപ്പിക്കുന്നത് മുംബൈയിലെ സേവറിയെ നവി മുംബൈയിലെ നവശേവയുമായാണ് ബന്ധിപ്പിക്കുന്നത്. ബന്ധിപ്പിക്കുന്നു. ഈ പദ്ധതി നടപ്പിലാക്കുന്നത് മുംബൈ മെട്രോപൊളിറ്റൻ റീജിയൻ ഡെവലപ്മെന്റ് അതോറിറ്റി. ആണ് നടപ്പിലാക്കുന്നത്. 2024 ജനുവരി 12-ന് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്നു. ജനുവരി 13 മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഇത്രയാണ് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്കുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തെയാണ് നമ്മൾ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സാമ്പത്തിക ശാസ്ത്രത്തിലെ വലിയ ഘടകങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ദേശീയ വരുമാനം തുടങ്ങിയ വലിയ ഘടകങ്ങൾ. ആ ഘടകങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. ഓക്കെ. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരെന്ന് കേട്ടാൽ അത് JM കെയ്ൻസ് ആണ്. ഓക്കെ. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം JM കെയ്ൻസ് ആണ്. ഇനി സാമ്പത്തിക ശാസ്ത്രത്തിലെ ചെറിയ ഘടകങ്ങളെ കുറിച്ച് പഠിക്കുന്ന സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം. ചെറിയ ഘടകം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയുടെ വരുമാനം, ഒരു വ്യക്തിയുടെ ചെലവ്, അങ്ങനെയുള്ള ചെറിയ ഘടകങ്ങളെ കുറിച്ച് പഠിക്കുന്ന വിഭാഗമാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം, മൈക്രോ എക്കണോമിക്സിന്റെ പിതാവാണ് ആൽഫ്രഡ് മാർഷൽ. ഓക്കെ. വലിയ ഘടകങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. അത് മാക്രോ എക്കണോമിക്സ്. അതിന്റെ പിതാവ് JM കെയ്ൻസ്. ചെറിയ ഘടകങ്ങളായിട്ടുള്ള നമ്മുടെ ഒരു വ്യക്തിയുടെ വരുമാനം, ഒരു വ്യക്തിയുടെ ചെലവുകൾ, അങ്ങനത്തെ ചെറിയ ഘടകങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് അല്ലെങ്കിൽ മൈക്രോ എക്കണോമിക്സിന്റെ പിതാവ് ആൽഫ്രഡ് മാർഷൽ. ഓക്കെ അല്ലേ? സൂക്ഷ്മം എന്ന് വെച്ച് കഴിഞ്ഞാല് ചെറിയ വസ്തുക്കൾ നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കും. അപ്പൊ സൂക്ഷ്മം, മൈക്രോ. സൂക്ഷ്മത്തിലും ഷാ ഉണ്ട്, മാർഷലിലും ഷാ ഉണ്ട്. അപ്പം സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം ആൽഫ്രഡ് മാർഷൽ. ഓക്കെ. അടുത്ത, പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണമായി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ശരിയായ ജോഡി? ഓക്കെ. പ്രത്യക്ഷ നികുതി ഓപ്ഷൻ കാണുമ്പോൾ തന്നെ അറിയാം. ആദായ നികുതി വരുന്ന ഇൻകം ടാക്സ്, കെട്ടിട നികുതി, ഇതൊക്കെ പ്രത്യക്ഷ നികുതികളാണ്. ഓപ്ഷൻ A ആണ് അല്ലേ? ആദായ നികുതി, കെട്ടിട നികുതി, ഇതൊക്കെ എന്താണ് കുട്ടികളെ? ഈ പറയുന്ന പ്രത്യക്ഷ നികുതി അല്ലെങ്കിൽ ഡയറക്റ്റ് ടാക്സിന് ഉദാഹരണങ്ങളാണ്. അടുത്ത്, ഇന്ത്യയിൽ നടപ്പിലാക്കിയ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ഏതാണ്? ഈസി ക്വസ്റ്റ്യൻ. 1956 മുതൽ 61 വരെയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി.
താഴെ നൽകിയവയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദ്യം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി പ്രവർത്തിക്കുന്നു, ശരിയാണ്. വായ്പകളുടെ നിയന്ത്രകനായി പ്രവർത്തിക്കുന്നു, ശരിയാണ്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു, ശരിയാണ്. വിദേശ വിനിമയത്തിന്റെ സൂക്ഷിപ്പുകാരൻ, അതും ശരിയാണ്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക്, വായ്പകളുടെ നിയന്ത്രകൻ, ബാങ്കുകളുടെ ബാങ്ക്, വിദേശ വിനിമയത്തിന്റെ സൂക്ഷിപ്പുകാരൻ. മേൽപ്പറഞ്ഞവയെല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ്. മേൽപ്പറഞ്ഞവയെല്ലാം എന്താണ് കുട്ടികളെ? ശരിയാണ്. എന്നാൽ ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ ആരാണ്? ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ ആരാ കുട്ടികളെ? ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ ആരാണ്? വായ്പകളുടെ നിയന്ത്രകൻ റിസർവ് ബാങ്ക് ആണെങ്കിൽ ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ ആരാണ്? പറയാവോ? ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ നബാർഡാണ്. നബാർഡാണ് ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ. നബാർഡാണ്. വായ്പകളുടെ നിയന്ത്രകൻ റിസർവ് ബാങ്ക്. ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ ആരാ കുട്ടികളെ? നബാർഡ്. അടുത്ത, ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമായി മാറിയത് എപ്പോഴെന്നാണ് ചോദ്യം. നമുക്കറിയാം, നിലവില് ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യം ഏതാണ്? ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. എപ്പോഴാണ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമായി മാറിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏപ്രിൽ 2023 ഏപ്രിലാണ് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യമായി ആര് മാറുന്നത്? ഇന്ത്യ മാറുന്നത് കേട്ടോ. ഏപ്രിൽ 2023 കേട്ടോ. ഓക്കെ. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത് ഏത് പദ്ധതിയുടെ നിർദ്ദേശപ്രകാരമാണ്? അതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത് ക്യാബിനറ്റ് മിഷൻ പദ്ധതി പ്രകാരമാണ് അല്ലേ? എന്നൊക്കെ നമ്മൾ ഒരുപാട് തവണ വർക്കൗട്ട് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്യാബിനറ്റ് മിഷൻ പദ്ധതി പ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ എന്ത് ചെയ്തത്? രൂപീകരിക്കപ്പെട്ടത്. ക്യാബിനറ്റ് മിഷൻ പദ്ധതി. അടുത്ത്, അധികാര വിഭജനവുമായി ബന്ധപ്പെട്ട 3 ലിസ്റ്റുകൾ ഭരണഘടനയുടെ ഏത് പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ലിസ്റ്റുകളെ കുറിച്ച് പരാമർശിക്കുന്ന പട്ടിക ഏതാ കുട്ടികളെ? 7ാം പട്ടികയാണ്. 7ാം പട്ടികയിലാണ് എന്തിനെ കുറിച്ച് പറയുന്നത്? ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നത്. 7ാം പട്ടികയിലാണ് ലിസ്റ്റുകളെ കുറിച്ച് പരാമർശിക്കുന്നത് അല്ലെ? സ്വത്തവകാശം മൗലികാവകാശത്തിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി, അതും എല്ലാവർക്കും അറിയാം. 44ാം ഭേദഗതി 1978 44ാം ഭേദഗതി. ഭരണഘടനാ നിർമ്മാണ സമിതി അധ്യക്ഷൻ ആരായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സമിതി അധ്യക്ഷൻ, അതും എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ആരാ കുട്ടികളെ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഓക്കെ. ഇതൊന്ന് കമന്റ് ചെയ്തേ. മന്ത്രിമാരുടെ എണ്ണം പാർലമെന്റിലെ അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭയുടെ അംഗങ്ങളുടെ മൊത്തം എണ്ണത്തിന്റെ 15% കവിയരുത് എന്ന് വ്യവസ്ഥ ചെയ്തുകൊണ്ടുള്ള ഭരണഘടനാ ഭേദഗതി ഏത്? നമ്മളത് പഠിച്ചിട്ടുണ്ട്. പാർലമെന്റിൽ അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭയുടെ അംഗങ്ങളുടെ മൊത്തം എണ്ണത്തിന്റെ 15% കവിയരുതെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി ഓപ്ഷൻ സി ആണ്. 91ാം ഭേദഗതി 2003 91ാം ഭേദഗതിയാണല്ലേ? 2003 91 ഭേദഗതി പ്രകാരമാണ് അത് വന്നിരിക്കുന്നത്. ഓക്കെ. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് നിയമിക്കപ്പെട്ട കമ്മീഷൻ ഏതെന്നാണ്? കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് നിയമിക്കപ്പെട്ട കമ്മീഷൻ എല്ലാവർക്കും അറിയായിരിക്കും. ഓപ്ഷൻ ഡി ആണ്, സർക്കാരിയ കമ്മീഷൻ. 1983 ഇന്ദിരാഗാന്ധി നിയമിച്ച സർക്കാരിയ കമ്മീഷൻ. 1983 ഇന്ദിരാഗാന്ധി നിയമിച്ച സർക്കാരിയ കമ്മീഷൻ കേന്ദ്ര സംസ്ഥാന ബന്ധത്തെക്കുറിച്ച് പഠനം നടത്തുന്നു. 2007 പൂഞ്ചി കമ്മീഷനും എന്തിനെ കുറിച്ച് തന്നെയാണ് പഠനം നടത്തുന്നത്? 2007 പൂഞ്ചി കമ്മീഷനും കേന്ദ്ര സംസ്ഥാന ബന്ധത്തെ കുറിച്ച് തന്നെയാണ് പഠനം നടത്തുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഈ 2 കമ്മീഷനും മറക്കരുത്. സർക്കാരിയ കമ്മീഷൻ 1983 കേന്ദ്ര സംസ്ഥാന ബന്ധം, 2007 പൂഞ്ചി കമ്മീഷൻ കേന്ദ്ര സംസ്ഥാന ബന്ധം. ഓക്കെ. അടുത്ത് 1979 മണ്ഡൽ കമ്മീഷൻ. 1979 മണ്ഡൽ കമ്മീഷൻ രണ്ടാം പിന്നാക്ക വിഭാഗ കമ്മീഷൻ.
1979 മണ്ഡൽ കമ്മീഷൻ രണ്ടാം പിന്നാക്ക വിഭാഗ കമ്മീഷനാണ്. ഓക്കെ, കമന്റ് ചെയ്യണത്. ഓക്കെ, അപ്പൊ ഒന്നാം പിന്നാക്ക വിഭാഗ കമ്മീഷൻ ഏതാ കുട്ടികളെ? 1979 മണ്ഡൽ കമ്മീഷൻ രണ്ടാം പിന്നാക്ക വിഭാഗ കമ്മീഷൻ ആണെങ്കിൽ ഒന്നാം പിന്നാക്ക വിഭാഗ കമ്മീഷൻ ഏതാ? പറയേ, ഒന്നാം പിന്നാക്ക വിഭാഗ കമ്മീഷൻ ഏതാ? അത് 1953 കാക്ക കലിയർക്കർ കമ്മീഷൻ. 1953 കാക്ക കലിയർക്കർ കമ്മീഷൻ. 1953 കാക്ക കലിയർക്കർ കമ്മീഷൻ. ഓക്കെ, 1979 മൊറാർജി ദേശായി സർക്കാർ നിയമിച്ച മണ്ഡൽ കമ്മീഷൻ രണ്ടാം പിന്നാക്ക വിഭാഗ കമ്മീഷനാണ്. 1953 കാക്ക കലിയർക്കർ കമ്മീഷനാണ് ഒന്നാം പിന്നാക്ക വിഭാഗ കമ്മീഷൻ. ഓക്കെ, നാനാവതി കമ്മീഷൻ 1984 സിഖ് വിരുദ്ധ കലാപം, ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്നുണ്ടായ സിഖ് വിരുദ്ധ കലാപം, അതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയ കമ്മീഷനാണ് നാനാവതി കമ്മീഷൻ. 1984 സിഖ് വിരുദ്ധ കലാപം അന്വേഷിച്ച കമ്മീഷനാണ് നാനാവതി കമ്മീഷൻ. അതുപോലെ തന്നെ 2002 ഗുജറാത്ത് കലാപം അന്വേഷിച്ചതും നാനാവതി മേത്ത കമ്മീഷനാണ്. 1984 സിഖ് വിരുദ്ധ കലാപം അന്വേഷിച്ച നാനാവതി കമ്മീഷൻ, 2002 ഗുജറാത്ത് കലാപം അന്വേഷിച്ചത് നാനാവതി മേത്ത കമ്മീഷനാണ്. അടുത്ത് വീരപ്പ മൊയ്ലി കമ്മീഷൻ 2005 മൻമോഹൻ സിംഗ് സർക്കാർ നിയമിച്ച രണ്ടാം ഭരണപരിഷ്കരണ കമ്മീഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ. 2005 മൻമോഹൻ സിംഗ് സർക്കാർ നിയമിച്ച രണ്ടാമത്തെ ARC അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ, ഭരണപരിഷ്കരണ കമ്മീഷനാണ് വീരപ്പ മൊയ്ലി കമ്മീഷൻ. അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ ആദ്യത്തെ ഭരണപരിഷ്കരണ കമ്മീഷൻ ഏതാണ്? പറയാവോ? ഇന്ത്യയിൽ ആദ്യത്തെ ഭരണപരിഷ്കരണ കമ്മീഷൻ ഏതാണ്? അറിയത്തില്ല. ഇന്ത്യയിൽ ആദ്യത്തെ ഭരണപരിഷ്കരണ കമ്മീഷൻ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ 1966 നിയമിക്കപ്പെട്ട മൊറാർജി ദേശായി കമ്മീഷനാണ്. ഓക്കെ, 1966 നിയമിക്കപ്പെട്ട മൊറാർജി ദേശായി കമ്മീഷനാണ് ഇന്ത്യയിൽ ആദ്യത്തെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ, ഭരണപരിഷ്കരണ കമ്മീഷൻ. 1966 നിയമിക്കപ്പെട്ട മൊറാർജി ദേശായി കമ്മീഷനാണ്. ഓക്കെ അല്ലേ? പിന്നീട് മൊറാർജി ദേശായി ഈ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം രാജിവെക്കുകയും തുടർന്ന് കെ ഹനുമന്തയ്യ എന്ത് ചെയ്യുകയും ചെയ്തു? ചെയർമാൻ ആവുകയും ചെയ്തു. അപ്പോ ഇന്ത്യയിൽ ഒന്നാമത്തെ ഭരണപരിഷ്കരണ കമ്മീഷനിൽ 2 പേര് ചെയർമാൻ ആയിട്ടുണ്ട്. അത് ആദ്യം മൊറാർജി ദേശായി, പിന്നീട് അദ്ദേഹം രാജിവെച്ച ശേഷം കെ ഹനുമന്തയ്യ എന്ത് ചെയ്തിട്ടുണ്ട്? കുട്ടികളെ ചെയർമാൻ ആയിട്ടുണ്ട്. മനസ്സിലായ എല്ലാ പോയിന്റും? പറഞ്ഞേ, എല്ലാ പോയിന്റും മനസ്സിലായോ? ആയോ? യെസ് ഓർ നോ പറയണം. മനസ്സിലായി? ഓക്കെ, ഒന്നുകൂടെ പറയാം. ഒന്നുമെല്ലാം കുടിച്ചോട്ടെ. ഓക്കെ, നോക്കിക്കോടാ. നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ചോദ്യം എന്താ? കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പഠിച്ച റിപ്പോർട്ട് സമർപ്പിക്കാനായി നിയമിക്കപ്പെട്ട കമ്മീഷൻ എന്നാണ് ചോദ്യം. അപ്പൊ അത് ഞാൻ പറഞ്ഞു തന്നു. 1983 ഇന്ദിരാഗാന്ധി നിയമിച്ച സർക്കാരിയ കമ്മീഷനാണ് ഈ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് ആദ്യമായിട്ട് പഠിക്കാൻ നിയമിക്കപ്പെടുന്ന കമ്മീഷൻ.
ഇനി 2007 ഒരു കമ്മീഷൻ കൂടെ നിയമിക്കപ്പെടുകയുണ്ടായി കേന്ദ്ര സംസ്ഥാന ബന്ധനത്തെ കുറിച്ച്. അതാണ് പൂഞ്ചി കമ്മീഷൻ. 2007 പൂഞ്ചി കമ്മീഷൻ. പിന്നെ നമ്മൾ 1979 മൊറാർജി ദേശായി നിയമിച്ച രണ്ടാമത്തെ പിന്നാക്ക വിഭാഗ കമ്മീഷനാണ് മണ്ഡൽ കമ്മീഷൻ എന്ന് പറഞ്ഞു. 1979 മൊറാർജി ദേശായിയുടെ ജനതാ ഗവൺമെന്റ് നിയമിച്ച രണ്ടാമത്തെ പിന്നാക്ക വിഭാഗ കമ്മീഷനാണ് മണ്ഡൽ കമ്മീഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു 1953 കാക്ക കളിയർക്കർ എന്ന കമ്മീഷനാണ് ആദ്യത്തെ പിന്നാക്ക വിഭാഗ കമ്മീഷൻ. പിന്നെ നാനാവതി കമ്മീഷൻ നമ്മൾ പറഞ്ഞു 1984 ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തെ തുടർന്ന് സിഖ് വിരുദ്ധ കലാപം ഉണ്ടായി. ആ കലാപം അന്വേഷിച്ചത് നാനാവതി കമ്മീഷനാണ്. അതുപോലെ 2002 ഗുജറാത്ത് കലാപം അന്വേഷിച്ചതും നാനാവതി മേത്ത കമ്മീഷനാണ്. നാനാവതി മാത്രമല്ല, ഒരാളും കൂടെ ഉണ്ട്, നാനാവതി മേത്ത കമ്മീഷനാണ്. പിന്നെ പറഞ്ഞത് വീരപ്പ മൊയ്ലി കമ്മീഷനാണ്. 2005 മൻമോഹൻ സിംഗ് സർക്കാർ നിയമിച്ച ഇന്ത്യയിലെ രണ്ടാമത്തെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷനാണ് വീരപ്പ മൊയ്ലി കമ്മീഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ആദ്യത്തെ ഭരണപരിഷ്കരണ കമ്മീഷൻ 1966 മൊറാർജി ദേശായി ചെയർമാനായിട്ട് നിയമിക്കുകയുണ്ടായി. തുടർന്ന് മൊറാർജി ദേശായി രാജിവെച്ചു. അപ്പൊ അതിനുശേഷം ചെയർമാനായ വ്യക്തി കെ ഹനുമന്തയ്യ. ഞാൻ ഇവിടെ പറഞ്ഞ എല്ലാ പോയിന്റും പ്രീവിയസ് ചോദ്യങ്ങളാണ്, നിങ്ങൾക്ക് ആവശ്യമുള്ള പോയിന്റുകളാണ്. ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലായല്ലോ? വളരെ മനസ്സിലായ? ജലദോഷം കുറഞ്ഞിരുന്നെന്ന് ഒരു ക്ലാസ്സിൽ പറഞ്ഞതിന് ശേഷം ഒരു ദിവസം പോലും എനിക്ക് ജലദോഷം ഇല്ലാതിരുന്നിട്ടില്ല. എന്റെ വായാണ് എന്റെ പ്രശ്നം. ഞാൻ വാ അടച്ച് മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ നല്ലതാണ്. ഓക്കെ, സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്നാണ് ചോദ്യം. സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് ചോദ്യം. ഈസി ക്വസ്റ്റ്യൻ ആണ് പിള്ളേരെ. ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണെന്ന് പറയുന്നുണ്ട്, ശരിയല്ലേടാ? നമ്മൾ ഒരുപാട് തവണ പഠിച്ചിട്ടുണ്ടല്ലേ. 243I 243 OI 243 ഐയും 243 OIയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് ശുപാർശകൾ നൽകുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് ശുപാർശ നൽകുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊരു ഭരണഘടനാ സ്ഥാപനമല്ല, തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ശരി അല്ലേ? 1ഉം 2ഉം ശരി. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ. നമുക്ക് പാടില്ല. അടുത്ത വർഷം അറ്റൻഡ് ചെയ്തടാ. അറിയാൻ ചാൻസ് വളരെ കുറവായിരിക്കും. നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഒരു ഡിജിറ്റൽ സംവിധാനമാണ് ഈ ഡിസ്ട്രിക്ട് സർവീസ് എന്ന് പറയുന്നത്. നമ്മുടെ കേരള സർക്കാർ, ഇത് പ്രീവിയസ് ചോദ്യം തന്നെയാണ് കേട്ടോ. കേരള സർക്കാരിന്റെ ഒരു ഡിജിറ്റൽ സംവിധാനമാണ് ഈ ഡിസ്ട്രിക്ട് സർവീസ് എന്ന് പറയാം. അവിടെ എന്തൊക്കെ വരുന്നത് കേട്ട് കഴിഞ്ഞാൽ, ഒന്ന്, ജനങ്ങൾക്ക് പൊതുസേവന കേന്ദ്രങ്ങൾ വഴി സർക്കാരിന്റെ സേവനങ്ങൾ നൽകുന്നു. പൊതുസേവന കേന്ദ്രം എന്ന് പറയുമ്പോൾ പൊതുസേവന കേന്ദ്രം നമ്മൾ ഈ അക്ഷയ കേന്ദ്രം രണ്ടാണ്. പൊതുസേവന കേന്ദ്രം വേറെ, അക്ഷയ കേന്ദ്രം വേറെ. നിങ്ങൾ നോക്കിക്കാണും ജനസേവന കേന്ദ്രം അല്ലെങ്കിൽ പൊതുസേവന കേന്ദ്രം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ബോർഡ് കണ്ടു കാണും. ഈ പറയുന്ന നമ്മുടെ അക്ഷയ പോലെ തന്നെ. ഓക്കെ, ജനസേവന കേന്ദ്രം, പൊതുസേവന കേന്ദ്രം എന്നൊക്കെ പറഞ്ഞിട്ട്. സേവനങ്ങൾ ഓൺലൈൻ വെബ് പോർട്ടൽ വഴി ലഭ്യമാകുന്നു. അത് ശരിയാണ് കേട്ടോ. സേവനങ്ങൾ ഓൺലൈൻ വെബ് പോർട്ടൽ വഴി ലഭ്യമാകുന്നു. അത് ശരിയാണ്. വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള സേവനം ലഭ്യമാകുന്നു. ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ല, നമുക്കിപ്പം പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന ജനസേവന കേന്ദ്രങ്ങളിൽ നമുക്ക് പോകാൻ പറ്റും. മനസ്സിലായ?
നമുക്ക് ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടല്ല, പല ആവശ്യങ്ങൾക്ക് നമുക്ക് പോകാൻ പറ്റും. വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള സേവനങ്ങൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് കുട്ടികളെ? ലഭ്യമാക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? 2010 കേരള സർക്കാർ എന്ത് ചെയ്തത്? ഈ ഡിസ്ട്രിക്ട് സർവീസ് ആരംഭിക്കുന്നത് കേട്ടോ. കേരള സർക്കാർ 2010 ഈ ഡിസ്ട്രിക്ട് സർവീസ് ആരംഭിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പം ജനങ്ങൾക്ക് പൊതുസേവന കേന്ദ്രങ്ങൾ വഴി സർക്കാരിന് സേവനങ്ങൾ നൽകുന്നു. സേവനങ്ങൾ ഓൺലൈൻ വെബ് പോർട്ടൽ വഴി ലഭ്യമാകുന്നു. വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള സേവനങ്ങൾ ലഭ്യമാകുന്നു. അപ്പം ഇവിടെ എല്ലാം ശരിയാണ് എന്നതാണ് ആൻസർ അല്ലെ? എല്ലാം ശരിയാണ് എന്നതാണ് ആൻസർ. ഓക്കെ, അടുത്ത് സ്നേഹപൂർവം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്നേഹപൂർവം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചോദ്യം. ഓക്കെ, ഉത്തരം ഒന്ന് കമന്റ് ചെയ്തേ കുട്ടികളെ. സ്നേഹപൂർവം പദ്ധതി നമുക്ക് ഇതെല്ലാം പഠിക്കാനുള്ള പദ്ധതിയാണ്. അവിവാഹിതരായ അമ്മമാരെയും കുട്ടികളെയും സംരക്ഷിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാ? അവിവാഹിതരായിട്ടുള്ള അമ്മമാരെയും കുട്ടികളെയും സംരക്ഷിക്കുന്ന പദ്ധതി സ്നേഹസ്പർശം. ഏതാ കുട്ടികളെ? സ്നേഹസ്പർശം അല്ലേ? സ്നേഹസ്പർശം. അവിവാഹിതരായിട്ടുള്ള കുട്ടികളെയും അമ്മമാരെയും സംരക്ഷിക്കുന്ന പദ്ധതി സ്നേഹസ്പർശം. അപ്പൊ അതല്ല സ്നേഹപൂർവം. അടുത്ത് 65 വയസ്സിന് മേൽ പ്രായമായവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതി. അതിലൊരു എക്സ്ട്രാ പോയിന്റ് കൂടെ ആഡ് ചെയ്യാറുണ്ട്. നഗരപ്രദേശങ്ങളിൽ, അതായത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പരിധികളിൽ ജീവിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വേണ്ടിയിട്ട് കേരള സർക്കാർ, കറക്റ്റാണ് ശ്രുതി, ശ്രീനി, എല്ലാവർക്കും കറക്റ്റാണ്, വയോമിത്രം. ഏതാ പിള്ളേരെ? വയോമിത്രമാണ് അല്ലേ? 65 വയസ്സിന് മുകളിൽ പ്രായമായവർക്ക് വേണ്ടിയിട്ട് കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ പേര് വയോമിത്രം എന്നാണ്. വയോമിത്രം. അടുത്ത് കേരള സർക്കാരിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി എല്ലാവർക്കും അറിയായിരിക്കും. കേരള സർക്കാരിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി ഏതാ പിള്ളേരെ? അത് സുഹൃതം പദ്ധതിയാണ്. സുഹൃതം പദ്ധതി. ഓക്കെ, കേരള സർക്കാരിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി സുഹൃതം പദ്ധതിയാണ്. അടുത്ത് നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. മാതാപിതാക്കളിൽ ആരെങ്കിലും മരണമടഞ്ഞതും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നതുമായ കുട്ടികൾക്ക് നൽകുന്ന പഠന സഹായ പദ്ധതിയാണ് ഏത് കുട്ടികളെ? സ്നേഹപൂർവം. ഓക്കെ അല്ലേ? മാതാപിതാക്കൾ ആരെങ്കിലും മരണമടഞ്ഞതും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നതുമായ കുട്ടികൾക്ക് നൽകുന്ന പഠന സഹായ പദ്ധതിയാണ് സ്നേഹപൂർവം. അതായത് മാതാപിതാക്കളുടെ സംരക്ഷണമില്ലാത്ത കുട്ടികൾക്കുള്ള പദ്ധതിയാണ് സ്നേഹപൂർവം. സ്നേഹസാന്ത്വനമുണ്ട്. സ്നേഹസാന്ത്വനം എന്തെന്ന് കേട്ട് കഴിഞ്ഞാല് എൻഡോസൾഫാൻ ദുരിതബാധിതർ, എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്, ദുരിതബാധിതരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഏത് കുട്ടികളെ? സ്നേഹസാന്ത്വനം. എൻഡോസൾഫാൻ ദുരിതബാധിതരായിട്ടുള്ള കുട്ടികൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. എൻഡോസൾഫാൻ ദുരിതബാധിതരായ കുട്ടികൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. ഓക്കെ, ഇവിടെ എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ അല്ലേ പിള്ളേരെ? എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ പറയുന്നിട്ടുണ്ട്, എല്ലാം അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഇനി 14 ക്വസ്റ്റ്യൻ കൂടെ എളുപ്പം കഴിയും. 14 16 ക്വസ്റ്റ്യൻ. അറ്റൻഡ് ചെയ്തേ. സ്വദേശ് സമ്മാൻ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനം ഏതെന്നാണ്? നാഷണൽ ലെവലിൽ അപ്രിസിയേഷൻ ലഭിക്കുന്ന ഒരു പദ്ധതിയാണ്, അല്ലെങ്കിൽ ഒരു അവാർഡാണ് ഈ സ്വദേശ് സമ്മാൻ എന്ന് പറയുന്നത്. സ്വദേശ് സമ്മാൻ ലഭിക്കുന്നത് KSFE-ക്കാണ്. 2025 സ്വദേശ് സമ്മാൻ ലഭിച്ച കേരള സർക്കാർ സ്ഥാപനമാണ് ഏത് കുട്ടികളെ? KSFE. 2025 ലഭിച്ച സ്ഥാപനമാണ് KSFE. KSFE എന്ന് വെച്ചാൽ എന്താ കുട്ടികളെ? KSFE എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനമാണ് KSFE. കേരളത്തിലെ ഏറ്റവും വലിയ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനമാണ് ഏത് കുട്ടികളെ? KSFE. ഓക്കെ,
അതിന്റെ പൂർണ്ണരൂപം കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ്. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് എന്നാണ്. 1969 ആരംഭിക്കുന്നു. തൃശ്ശൂരാണ് ആസ്ഥാനം. KSFBയുടെ ആസ്ഥാനം എവിടെയാണ് കുട്ടികളെ? തൃശ്ശൂര്. മനസ്സിലായോ? കേരളത്തിലെ ഏറ്റവും വലിയ ബാങ്കിതര ധനകാര്യ സ്ഥാപനമാണ്. ഏത്? KSFE. 1969 പ്രവർത്തനം ആരംഭിച്ചു. തൃശ്ശൂരാണ് ആസ്ഥാനം. 1969 പ്രവർത്തനം ആരംഭിച്ചു. ആസ്ഥാനം എവിടെ കുട്ടികളെ? തൃശ്ശൂരാണ്. തൃശ്ശൂര്. ഓക്കെ അല്ലേ? അപ്പൊ സ്വദേശ് സമ്മാനം ലഭിച്ചത് 2025 KSFEക്കാണ് കേട്ടോ. ഓക്കെ. ഓസോൺ പാളിയുടെ കനം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഇതൊക്കെ പ്രീവിയസ് ചോദ്യമാണ്. എല്ലാവർക്കും പറയാം. ഓസോൺ പാളിയുടെ കനം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? അത് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഇല്ലെന്ന് എനിക്കറിയാം. നിങ്ങൾ അതൊക്കെ എഴുതി ശരിയാക്കേണ്ട ക്വസ്റ്റൻ ആണ് പിള്ളേരെ. ഡോപ്സൺ യൂണിറ്റ് അല്ലെ? ഡോപ്സൺ യൂണിറ്റ്. അടുത്ത്, ബീറ്റോട്ട് സ്പോട്ട് ഉണ്ടാകാൻ പ്രധാന കാരണം എന്താണ്? സ്പോട്ട് ഉണ്ടാകാൻ പ്രധാന കാരണം ഇതുവരെ നമുക്ക് ചോദിച്ചു കാണാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് ബീറ്റോട്ട് സ്പോട്ട് എന്ന് പറയുന്നത്. ഓക്കെ. നമ്മുടെ കണ്ണിൽ ഇങ്ങനെ ഈ പറയുന്ന ഒരു പാച്ചസ് ഉണ്ടാവുന്ന കണ്ടീഷനാണ് ബീറ്റോട്ട് സ്പോട്ട്. മനസ്സിലായ? കണ്ണില് പിള്ളേരെ, എവിടെയാണെന്ന് അതിന് ഉത്തരവായി നിങ്ങൾക്ക്. കണ്ണില് ഇങ്ങനെ പാച്ചസ് ഉണ്ടാകുന്ന, ഒരു ട്രയാങ്കുലർ ഷേപ്പ് പാച്ചസ് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് എന്ന് പറയുന്ന കുട്ടികളെ ബീറ്റോട്ട് സ്പോട്ട് എന്ന് പറയുന്നത്. ഓക്കെ. നമ്മുടെയൊക്കെ കണ്ണിൽ ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോഴേ ഇതുപോലെ പാട പോലെയൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതാണ് ബീറ്റോട്ട് സ്പോട്ട് ഉണ്ടാകാൻ മെയിൻ കാരണം വൈറ്റമിൻ എയുടെ കുറവാണ്. ഓക്കെ. പക്ഷെ ഇവിടെ നമുക്ക് എന്താണ് ബീറ്റോട്ട് സ്പോട്ട് എന്ന് അറിഞ്ഞാൽ മാത്രമേ ഉത്തരം കിട്ടത്തുള്ളൂ. അത് കണ്ണിൽ ഉണ്ടാകണമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം കണ്ണിന്റെ പ്രശ്നങ്ങൾക്ക് കാരണം വൈറ്റമിൻ എയുടെ കുറവാണ്. പ്രതിശാന്തതയായാലും നമ്മുടെ ഈ പറയുന്ന എന്താണ് നമ്മൾ രസം കൊണ്ടല്ല സിറോഫ്താൽമി ആയാലും അതൊക്കെ വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ്. അപ്പൊ ബീറ്റോട്ട് സ്പോട്ട് കണ്ണിലാണെന്ന് അറിയാവുന്നവർക്ക് ഉത്തരം എടുക്കാൻ പറ്റും. ബീറ്റോട്ട് സ്പോട്ട് എവിടെയാണ് കുട്ടികളെ? കണ്ണിൽ ഉണ്ടാകുന്നതാണ്. വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ്. ഓക്കെ. അടുത്ത, വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യ സംരക്ഷണ പദ്ധതി. ഇത് പല തവണ PSC പരീക്ഷയായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇത് ന്യൂ ക്വസ്റ്റ്യൻ ആണ്, ആദ്യമായിട്ട് വരുന്നതാണ്. അതെന്ന് വെച്ചാൽ PSC ആദ്യം UPSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. UPSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ പഠിച്ചല്ലോ നിങ്ങൾ. ബീറ്റോട്ട് സ്പോട്ട് കണ്ണിലാണ്, വൈറ്റമിൻ എയുടെ കുറവ് മൂലം. ഓക്കെ. വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യ സംരക്ഷണ പദ്ധതി പല തവണ PSC ചോദിച്ചതാ. മാനസികാരോഗ്യ സംരക്ഷണ പദ്ധതി ഏതെന്നറിയാം? അത് ജീവനിയാണ് അല്ലെ? ജീവനിയാണ്. ആശ്വാസകിരണം നമുക്കറിയാം. കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം. ആർദ്രം നിങ്ങൾക്കറിയാം. ആർദ്രം എന്താ കുട്ടികളെ? വാട്ട് ഈസ് ആർദ്രം? എന്താ പറഞ്ഞേ? ആർദ്രം രോഗി സൗഹാർദ്ദമായിട്ടുള്ള സർക്കാർ ആശുപത്രികൾ. അതാണ് ആർദ്രം പദ്ധതി. രോഗി സൗഹാർദ്ദമായിട്ടുള്ള സർക്കാർ ആശുപത്രികൾ, അതാണ് ആർദ്രം പദ്ധതി. ഓക്കെ. ഔട്ട് പേഷ്യന്റ് ഫ്രണ്ട്ലി എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. ഔട്ട് പേഷ്യന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സർക്കാർ ആശുപത്രികൾ. ഓക്കെ. ശരി, അടുത്ത ദിവസം എടുത്തേ. കുറച്ച് ദിവസങ്ങൾ ഇപ്പൊ തീക. COP30 ചർച്ചയിലെ ലോസ് ആൻഡ് ഡാമേജ് എന്ന ആശയം എന്തിനെ സൂചിപ്പിക്കുന്നു? COP30 ലോസ് ആൻഡ് ഡാമേജ്. വളരെ കോപ്പ് എന്ന് പറഞ്ഞാൽ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്നാണ് കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മൾ അതിനെ കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിയെ
അതിന് നമ്മൾ ചുരുക്കി പറയുന്ന പേരാണ് ഈ കോപ്പ് എന്ന്, കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി. 2025 കോപ്പ് 30 നടന്നത്. 2025 കോപ്പ് 30 നടന്നത്. ഓക്കെ, എവിടെയായിരുന്നു 2025 കോപ്പ് 30 വേദി? പറഞ്ഞ കുട്ടികളെ, 2025 കോപ്പ് 30 വേദി, 2025 കോപ്പ് 30 വേദി പറഞ്ഞ പിള്ളേരെ. എടാ, ബേലം ബ്രസീല്, ബേലം ബ്രസീല്, ബേലം ബ്രസീല്, ബേലം ബ്രസീല്, ബേലം ബ്രസീല്. ഓക്കെ, ബേലം ബ്രസീല്. ഈ വേദികൾ ചോദിക്കും കേട്ടോ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, 40 മാർക്ക് ക്വസ്റ്റ്യനിൽ തന്നെ 2 വേദി വന്നിട്ടോ, അല്ല വേദി വന്നില്ല, സോറി വേദി വന്നേ ചോദിച്ചോളൂ. ഓക്കെ, വേദികൾ പഠിച്ചു വെച്ചോണം കേട്ടോ. അപ്പൊ കോപ്പ് 30 ബേലം ബ്രസീല്. കോപ്പ് 31, കോപ്പ് 31 2026 കോപ്പ് 31, 2026 കോപ്പ് 31 കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി 2026 വേദി. 2026 കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിയുടെ വേദി ആർക്ക് പറയാം? 2026 കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിയുടെ വേദി അന്റാലിയ, തുർക്കി. അന്റാലിയ, തുർക്കി. കറക്റ്റാണ്. അന്റാലിയ, തുർക്കി. അന്റാലിയ, അന്റാലിയ, തുർക്കി. അന്റാലിയ, തുർക്കി. 2026 കോപ്പ് 31 കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി 2026 അന്റാലിയ, തുർക്കി. 2025 ബേലം ബ്രസീല്. അപ്പൊ അതില് ലോസ് ആൻഡ് ഡാമേജ് എന്ന് ഉദ്ദേശിക്കുന്നത് കാലാവസ്ഥാ മാറ്റം മൂലമുള്ള നഷ്ടത്തെയാണ്. കാലാവസ്ഥാ മാറ്റം മൂലമുള്ള നഷ്ടത്തെയാണ്. ഓക്കെ, നമുക്ക് ഉത്തരം എടുക്കുക എളുപ്പമാണ്. കോപ്പ് കാലാവസ്ഥ എന്ന് അറിയാമെങ്കിൽ ഉത്തരം എടുക്കാം. കോൺഫറൻസ് ഓഫ് പാർട്ടീസ് കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി നമുക്ക് ഉത്തരം എടുക്കാം. കാർഷികം അല്ലെന്നറിയാം, സാമ്പത്തികം അല്ലെന്നറിയാം, ആണവമല്ലെന്നറിയാം, കാലാവസ്ഥയല്ലേ കോപ്പ്. കോപ്പ് കാലാവസ്ഥ എന്ന് അറിയാമെങ്കിൽ ഉത്തരമായി. കാലാവസ്ഥാ മാറ്റം മൂലമുള്ള നഷ്ടമാണ്. മനസ്സിലായോ എക്സ്പ്ലനേഷൻ? പിള്ളേരെ, എക്സ്പ്ലനേഷൻ മനസ്സിലായോ? യെസ് ഓർ നോ? മനസ്സിലായി. ഓക്കെ, അടുത്ത് ആപേക്ഷിക ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ആപേക്ഷിക ആർദ്രത. ആപേക്ഷിക ആർദ്രത നമുക്ക് ഡെൻസിറ്റി എന്ന് പറയാം. റിലേറ്റീവ് ഡെൻസിറ്റി. ഡെൻസിറ്റി അല്ല, ഹ്യൂമിഡിറ്റി. ഹ്യൂമിഡിറ്റി. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഹ്യൂമിഡിറ്റി അളക്കുന്നത് ഹൈഗ്രോമീറ്റർ അല്ലെ? ഹ്യൂമിഡിറ്റി അളക്കുന്നത് ഹൈഗ്രോമീറ്റർ. ഹ്യൂമിഡിറ്റി ഹൈഗ്രോമീറ്റർ. ഓക്കെ, ഇപ്പൊ എന്നെ കൊല്ലും. ഡെൻസിറ്റി സാന്ദ്രതയല്ലേ എന്ന് പറഞ്ഞിട്ട് തെറ്റ് പറ്റിയതാണേ, അവനോടൊന്നും തോന്നല്ലേ. ഓക്കെ, ബാരോമീറ്റർ. ബാരോമീറ്റർ. ബാരോമീറ്റർ എന്താ? ബാരോമീറ്റർ. ബാരോമീറ്റർ എന്താ? ടോറിസെല്ലി കണ്ടുപിടിച്ച ബാരോമീറ്റർ. ടോറിസെല്ലി കണ്ടുപിടിച്ച ബാരോമീറ്റർ എന്താ? അന്തരീക്ഷമർദ്ദം. എന്താണ്? അന്തരീക്ഷമർദ്ദം. അന്തരീക്ഷമർദ്ദം. ടോറിസെല്ലി കണ്ടുപിടിച്ച ബാരോമീറ്റർ അന്തരീക്ഷമർദ്ദം. ഓക്കെ, ഹൈഡ്രോമീറ്റർ. ഹൈഡ്രോമീറ്റർ എന്തിനാ ഹൈഡ്രോമീറ്റർ? പറ, ഹൈഡ്രോമീറ്റർ എന്താ? ഹൈഡ്രോമീറ്റർ. ഹൈഡ്രോമീറ്റർ ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത. സാന്ദ്രത. ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത. ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത. ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത അളക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ. ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത അളക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ. അടുത്ത സിഗ്മോ മാനോമീറ്റർ. സിഗ്മോ മാനോമീറ്റർ എന്തിനുപയോഗിക്കുന്നു? പറഞ്ഞേ, സിഗ്മോ മാനോമീറ്റർ എന്തിനുപയോഗിക്കുന്നു? സിഗ്മോ മാനോമീറ്റർ എന്തിനുപയോഗിക്കുന്നു? പറഞ്ഞ സിഗ്മോ മാനോമീറ്റർ എന്തിനുപയോഗിക്കുന്നു? സിഗ്മോ മാനോമീറ്റർ രക്തസമ്മർദ്ദം. രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണമാണ് സിഗ്മോ മാനോമീറ്റർ. സമ്മർദ്ദം അളക്കുന്ന ഉപകരണമാണ് ഏത് കുട്ടികളെ? സിഗ്മോ മാനോമീറ്റർ. BP, ബ്ലഡ് പ്രഷർ. ഓക്കെ, വെരി ഗുഡ്. അടുത്ത, ഭൂമിയുടെ കേന്ദ്രത്തിൽ ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം എത്രയാണ്? ഇതൊക്കെ ഒരുപാട് തവണ നമ്മൾ പഠിച്ചിട്ടുള്ള പോയിന്റ് തന്നെയാണ്. കമന്റ് ചെയ്ത് വിടുക. ഭൂമിയുടെ കേന്ദ്രത്തിൽ ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം നിങ്ങൾക്കറിയാം, നിങ്ങൾ പറയും. നിങ്ങൾക്കറിയാം, നിങ്ങൾ പറയും. പിള്ളേരെ, 0. 0. ഭൂമിയുടെ കേന്ദ്രത്തിൽ ഗുരുത്വാകർഷണ ത്വരണം എത്രയാണ്? 0. 0. 0. ഭൂമിയുടെ കേന്ദ്രത്തിൽ ഗുരുത്വാകർഷണ ത്വരണം എത്ര കുട്ടികളെ?
പൂജ്യമാണ് കേട്ടോ, 0. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ശരി. നമ്മുടെ സാധാരണ മൂല്യം അറിയാം, 9.8. സാധാരണ മൂല്യം 9.8. ധ്രുവങ്ങളിൽ 9.83. ധ്രുവങ്ങളിൽ 9.83. ഓക്കെ, മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ശരി. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ്. അതുകൊണ്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ മോളിൽ കൊടുത്തിട്ട് -1 വന്നിരിക്കുന്നത്. ഓക്കെ, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ് കേട്ടോ. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ്. ഇവിടെ മുകളിലായതുകൊണ്ടാണ് -2 ഇട്ടിരിക്കുന്നത് കേട്ടോ. മുകളിലായതുകൊണ്ടാണ് -2 ഇട്ടിരിക്കുന്നത്. ഓക്കെ, ശരി. ഇനി അടുത്ത് ഭൂമധ്യരേഖാ പ്രദേശത്ത് ഇക്വേറ്ററിൽ നിങ്ങൾക്ക് അറിയാം 9.78 അല്ലെ? ഇക്വേറ്ററിൽ 9.78. ഓക്കെ, ഇക്വേറ്ററിൽ 9.78. അതൊരു ഹോട്ട് ടോപ്പിക് ആണ് കേട്ടോ. ഇത് സ്ഥിരം ചോദിക്കുന്ന ടോപ്പിക്കാണ്. അടുത്ത് ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചതും കര, കടൽ, ആകാശം എന്നിവയിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്നതുമായ മിസൈൽ ഏതാണ്? ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചതും കരയിൽ നിന്നും, കടലിൽ നിന്നും, ആകാശത്തിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള മിസൈൽ ഏതാണ് ചോദ്യം. എല്ലാവർക്കും അറിയായിരിക്കും. ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ആ ഒരു മിസൈലിന്റെ പേര് പിള്ളേരെ ബ്രഹ്മോസ് മിസൈൽ അല്ലെ? ബ്രഹ്മോസ് മിസൈൽ. നമ്മുടെ ഇന്ത്യയുടെ ബ്രഹ്മപുത്ര റിവർ, റഷ്യയിലെ മോസ്കോ റിവർ, 2 റിവറിന്റെയും പേര് ചേർത്തിട്ടാണ് ബ്രഹ്മോസ് എന്ന പേര് കൊടുത്തിരിക്കുന്നത്. ആര് കൊടുത്തു ബ്രഹ്മോസ് എന്ന പേര്? ആര് കൊടുത്തു കുട്ടികളെ? ബ്രഹ്മോസ് എന്ന പേര് ആര് കൊടുത്തു? ബ്രഹ്മോസ് എന്ന പേര് APJ അബ്ദുൽ കലാം കൊടുത്തു. APJ അബ്ദുൽ കലാം 2007 മുതൽ ഈ മിസൈൽ ആക്റ്റീവാണ്. 2007 മുതൽ മിസൈൽ ആക്റ്റീവാണ് കേട്ടോ. APJ അബ്ദുൽ കലാം കൊടുത്ത പേരാണ് ബ്രഹ്മോസ്. അദ്ദേഹം രാഷ്ട്രപതി ആയിരിക്കുന്ന സമയത്താണ് ഈ മിസൈലിന്റെ നിർമ്മാണ ചർച്ചകളും മറ്റൊക്കെ നടന്നത്. അപ്പൊ അതുകൊണ്ട് APJ അബ്ദുൽ കലാം ആണ് ഇതിന് പേര് കൊടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലേ കുട്ടികളെ? ശരി. അപ്പം ഇന്ത്യ റഷ്യ സംയുക്തമായിട്ട്, അതായത് ഇന്ത്യയുടെ ബ്രഹ്മപുത്ര റിവർ, റഷ്യയുടെ മോസ്കോ റിവർ, രണ്ടും കൂടി ചേർത്തിട്ടുള്ള പേരാണ് ബ്രഹ്മോസ്. ഓക്കെ, കരയിൽ നിന്നും, കടലിൽ നിന്നും, ആകാശത്ത് നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്ന മിസൈലാണ് ബ്രഹ്മോസ്. ഓക്കെ അല്ലേ? ശരി. 2007 മുതൽ മിസൈൽ ആക്റ്റീവാണ്. 2007 മുതൽ മിസൈൽ ആക്റ്റീവാണ്. നിങ്ങൾക്ക് അറിയോ, നമ്മുടെ 2025 ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റിലൊക്കെ നമ്മൾ ഈ മിസൈൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. 2025 ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റിലൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മിസൈൽ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത താഴെ പറയുന്ന ന്യൂക്ലിയസിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രോണുകളുടെ എണ്ണം എത്ര? ന്യൂട്രോണുകളുടെ എണ്ണം കാണാനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പിള്ളേരെ, നിങ്ങൾക്ക് അറിയാം. ഇവിടെ നമുക്ക് ന്യൂട്രോണിന്റെ എണ്ണം കാണണം. ന്യൂട്രോണിന്റെ എണ്ണം കാണണമെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമാണ് എങ്ങനെയാ പിള്ളേരെ കണ്ടുപിടിക്കുന്നത്? പറയൂ. സി തന്നെയാണ് ആൻസർ. പിള്ളേരെ, ന്യൂട്രോണിന്റെ എണ്ണം പ്ലസ് പ്രോട്ടോണിന്റെ എണ്ണം, എണ്ണമാണ് എന്ത്? ന്യൂട്രോണിന്റെ എണ്ണം പ്ലസ് പ്രോട്ടോണിന്റെ എണ്ണമാണ് മാസ് നമ്പർ. ഓക്കെ, ഇനി പ്രോട്ടോണിന്റെയോ ഇലക്ട്രോണിന്റെയോ എണ്ണമാണ് അറ്റോമിക് നമ്പർ. പ്രോട്ടോണിന്റെയോ ഇലക്ട്രോണിന്റെയോ എണ്ണമാണ് അറ്റോമിക് നമ്പർ. അതായത് മാസ് നമ്പറിൽ ന്യൂട്രോണിന്റെയും പ്രോട്ടോണിന്റെയും കൗണ്ട് വരുന്നുണ്ട്. ന്യൂട്രോൺ പ്ലസ് പ്രോട്ടോൺ ആണ് മാസ് നമ്പർ. അറ്റോമിക നമ്പർ എന്ന് പറഞ്ഞാൽ അത് ഒന്നുകിൽ പ്രോട്ടോണിന്റെയോ ഇലക്ട്രോണിന്റെയോ എണ്ണമായിരിക്കും. ഓക്കെ, അപ്പൊ മാസ് നമ്പറിൽ നിന്ന് പ്രോട്ടോണിന്റെ എണ്ണം കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? മാസ് നമ്പറിൽ നിന്ന് പ്രോട്ടോണിന്റെ എണ്ണം കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ന്യൂട്രോണിന്റെ എണ്ണം. ഓക്കെ, ഇവിടെ നമുക്ക് തന്നിട്ടുള്ളതിൽ ഏതാണ് മാസ് നമ്പർ, ഏതാണ് അറ്റോമിക് നമ്പർ? ഏതാണ് മാസ് നമ്പർ, ഏതാണ് അറ്റോമിക് നമ്പർ? 56ഉം 26ഉം തന്നിട്ടുണ്ട്.
അതിൽ ഏതാണ് മാസ് നമ്പർ, ഏതാണ് അറ്റോമിക് നമ്പർ? ടെൽ മീ. ഓക്കെ, 56 മാസ് നമ്പർ, 56 മാസ് നമ്പർ. ഓക്കെ, അപ്പം മാസ് നമ്പറിൽ ഞാൻ പറഞ്ഞു ന്യൂട്രോണിന്റെയും പ്രോട്ടോണിന്റെയും ആകെ തുകയാണ് എന്ന് പറയുന്നത് മാസ് നമ്പർ. അതിൽ നിന്ന് അറ്റോമിക നമ്പറായിട്ടുള്ള 26, അറ്റോമിക നമ്പർ എന്ന് വെച്ചാൽ പ്രോട്ടോണിന്റെ എണ്ണം, അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 30 ന്യൂട്രോണിന്റെ എണ്ണം, ഓപ്ഷൻ സി. ഓക്കെ, വളരെ മനസ്സിലായ? ലോക്കിംഗ് ഡൗട്ട് ഉണ്ടോ അത്? ഓക്കെ, ഇത്തരത്തിൽ തന്നു കഴിഞ്ഞാൽ മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക നമ്പർ കുറച്ചാൽ മതി, ഓക്കെ അല്ലേ? ഓക്കെ, ഈ ഇടത് ഭാഗത്ത് മുകളിലായി കാണുന്നത് മാസ് നമ്പരും താഴെയായി കാണപ്പെടുന്ന അറ്റോമിക് നമ്പരും ആയിരിക്കും. മനസ്സിലായോ? ഇടത് ഭാഗത്ത് മുകളിലായി കാണപ്പെടുന്നത് മാസ് നമ്പർ ആയിരിക്കും. മനസ്സിലായോ? ഇടത് ഭാഗത്ത് മുകളിലായി കാണപ്പെടുന്നത് മാസ് നമ്പരും താഴെയായി കാണപ്പെടുന്നത് ഏതാണ് കുട്ടികളെ? അറ്റോമിക നമ്പറുമാണ്. ഇത് നമ്മൾ നോക്കുമ്പോഴാണ്, ആ ഒരു മൂലകത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ അതിന്റെ വലതു ഭാഗത്ത് മുകളിലാണ്. നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് ഇടതായിട്ട് തോന്നും. പിന്നെ ഇങ്ങോട്ട് എഴുതാം, FE 56 26 ഇതാണ് തന്നിരിക്കുന്നത്. നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഇടതായിട്ട് തോന്നും, പക്ഷെ അത് കറക്റ്റ് പറയേണ്ടത് ഇതിന്റെ ഈ ഒരു മൂലകം വെച്ച് നോക്കുമ്പോൾ അതിന്റെ വലതു ഭാഗത്ത് മുകളിൽ മാസ് നമ്പരും താഴെ ഉള്ളത് ഏതാ കുട്ടികൾ? അറ്റോമിക് നമ്പർ. ഓക്കെ, മൂലകത്തിന്റെ വലതു ഭാഗത്ത് മുകളിൽ മാസ് നമ്പരും താഴെ അറ്റോമിക് നമ്പർ. ഓക്കെ അല്ലേ? മാസ് നമ്പറിനെ സൂചിപ്പിക്കുന്ന അക്ഷരം എ എന്ന പേരുള്ള എല്ലാവരും മാസാന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അറ്റോമിക് നമ്പറിനെ സൂചിപ്പിക്കുന്നത് ഇസഡ്. ഓക്കെ, ക്ലിയർ ആണ്? എയും ഇസഡും CPS സ്പെഷ്യൽ ടോപ്പിക് പിള്ളേർക്ക് ഇത് കാണുമ്പോൾ ഓർമ്മ വരും. ഇസഡിനെ അങ്ങനെ ചെയ്തു, ഇസഡിനെ ഇങ്ങനെ ചെയ്തു കേട്ടാ. ഉദാഹരണം ഫുള്ള് ഇസഡ് വെച്ചിട്ടാണ്. ആ ഇസഡ് തന്നെ ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, 56 ഇവിടെ മുകളിൽ തന്നിരിക്കുന്നു. അത് എന്താണ് കുട്ടികളെ? മാസ് നമ്പർ. ഏഴിൽ പേരുടങ്ങുന്ന എല്ലാവരും, നിങ്ങൾ എന്നെ തന്നെ ആലോചിച്ച് വെച്ചിരുന്നായിട്ട്, ഞാൻ മാസം എന്ന് വെച്ചിരുന്നാൽ മതി. ഓക്കെ, ഏഴിൽ പേരുടങ്ങുന്ന എല്ലാവരും മാസം എന്ന് ആലോചിച്ച് വെച്ചിരുന്നാൽ മതി. ഓക്കെ, അപ്പം മാസ് നമ്പർ എയും ഇസഡ് അറ്റോമിക് നമ്പർ. ഓക്കെ, എടാ പിള്ളേരെ മനസ്സിലായ? ശരി, നോക്കിക്കോ. 298 കെൽവിൻ താപനിലയിൽ ഹീലിയം ആറ്റം ഹൈഡ്രജൻ തന്മാത്രയേക്കാൾ 2 മടങ്ങ് ഭാരമുള്ളതാണ്. ഹീലിയത്തിന്റെ ശരാശരി ഗതികോർജം എന്താണ്? അതായത് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം, നിങ്ങൾക്ക് ടീച്ചർ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. 298 കെൽവിൻ താപനിലയിൽ ഹീലിയം ആറ്റം ഹൈഡ്രജൻ തന്മാത്രയേക്കാൾ 2 മടങ്ങ് ഭാരമുള്ളതാണ്. ഹീലിയത്തിന്റെ ശരാശരി ഗതികോർജം എത്രയെന്നാണ്. ഒരേ താപനിലയിലാണ് ഹീലിയവും ഹൈഡ്രജനും. അപ്പം ഹൈഡ്രജൻ എത്ര ഗതികോർജം ഉണ്ടോ അത്രയും തന്നെയായിരിക്കും ഹീലിയത്തിന് വരുന്നത്. ഈ പറയുന്ന ഭാരമോ മാസോ അതിനെ സ്വാധീനിക്കുന്നില്ല. മനസ്സിലായോ? ഒരേ താപനിലയിലാണ് 298 താപനിലയിൽ ഹീലിയവും ഹൈഡ്രജനും ഉണ്ട്. പക്ഷെ വലുത് ഹീലിയമാണ്, പക്ഷെ ഗതികോർജം 2 പേർക്കും ഒരുപോലെ ആയിരിക്കും. അതായത് ഹൈഡ്രജൻ തന്മാത്രയുടെ അത്രയും തന്നെയാണ് എന്നതാണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ അല്ലേ? അതായത് ഇവിടെ ഈ പറയുന്ന ഭാരം സ്വാധീനിക്കുന്നില്ല. ഓക്കെ അല്ലേ? ഒരേ താപനിലയിൽ സ്ഥിതി ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള ആറ്റങ്ങൾക്ക് ഒരേ ഗതികോർജമായിരിക്കും. അതുകൊണ്ട് ഇവിടെ ഹൈഡ്രജൻ എത്രയാണോ അത്രയും തന്നെ ആയിരിക്കും ഹീലിയത്തിനും വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ടീച്ചർ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരേ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, അടുത്ത ക്ലാസ്സോട്ട് പുതിയ SCRT ക്ലാസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. +2 വരെയുള്ള നമുക്ക് നോക്കേണ്ടി വരും കേട്ടോ. അപ്പം നിങ്ങൾ 10th ലെവൽ എക്സാം ആണ് ഫോക്കസ് ചെയ്യണമെങ്കിൽ കൂടി +2 ലെവൽ വരെയുള്ള പുതിയ SCRT ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി കംപ്ലീറ്റ് ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഫിസിക്സും കെമിസ്ട്രിയും നിങ്ങൾക്ക് ആര്യ മിസ് എടുക്കും. ഓക്കെ, ആഴ്ചയിൽ 2 ക്ലാസ് നിങ്ങൾക്ക് ഉണ്ടാകും ഫിസിക്സും കെമിസ്ട്രിയും.
ഓക്കെ, 2 ക്ലാസ് വെച്ചിട്ടുണ്ടാകും. ഓക്കെ, നന്നായിട്ട് ടീച്ചർ എടുത്ത് തരും കേട്ടോ. കാരണം സയൻസ് ആണ് പിള്ളേർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത്. ഓക്കെ, ബാക്കിയൊക്കെ എല്ലാവർക്കും അത്യാവശ്യം ലെവൽ ആയിട്ടുണ്ട്. മനസ്സിലായ? മിസ്സിനടുത്ത് പറഞ്ഞിട്ടുണ്ട് നമുക്ക് കേട്ടാ. ഇപ്പൊ 10th ഫിലിംസിന്റെ ആ സമയമാകുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻ വർക്കൗട്ട് വരും. അതായത് 10th ഫിലിംസ് നമുക്ക് ഇപ്പം ജൂലൈയിലല്ലേ, അപ്പൊ ആ ഒരാഴ്ച ക്വസ്റ്റ്യൻ വർക്കൗട്ട് ആയിരിക്കും. ബാക്കി എല്ലാ ക്ലാസ്സും നിങ്ങൾക്ക് എന്തായിരിക്കും, പുതിയ SCERT വെച്ചിട്ട്. കാരണം പുതിയ SCERT അടിച്ചാൽ തന്നെ നമ്മൾ ലെവലായി. കാരണം ചോദ്യമൊക്കെ അതിലുള്ള സാധനം അതുപോലെ എടുത്തുകൊണ്ട് ഇങ്ങനെ വെക്കുന്നതാണ്. ഈ ഇതുപോലും കണക്കൊക്കെ വരണമെങ്കിൽ സംഖ്യ പോലും വ്യത്യാസമില്ലാതെ. സോ നമുക്ക് സെറ്റ് ആക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് കെട്ടിട സമുച്ചയമായ സേവാതീർത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ 100 രൂപയുടെ സ്മരണിക നാണയം നിർമ്മിച്ചിരിക്കുന്നത് ഏത് ലോഹസങ്കരം ഉപയോഗിച്ചെന്നാണ് ചോദ്യം. ഏത് ലോഹസങ്കരം ഉപയോഗിച്ചെന്നാണ് ചോദ്യം. ഓക്കെ, നല്ലൊരു ചോദ്യമായിരുന്നു. എത്ര രൂപ നാണയം ഒന്നും പോലും ചോദിച്ചില്ല. ആ നാണയം നിർമ്മിച്ചിരിക്കുന്നത് ഏത് ലോഹസങ്കരം ഉപയോഗിച്ചെന്നാണ് ചോദ്യം. വളരെ നിക്കൽ സിൽവർ ആണ് ആൻസർ കേട്ടോ. നിക്കൽ സിൽവർ ആണ് ആൻസർ കേട്ടോ. അപ്പൊ സേവാതീർത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയം 100 രൂപയുടെ നാണയമാണ്. അപ്പൊ 2 ചോദ്യമുണ്ട്, 2 അല്ല 3 ചോദ്യമുണ്ട്. പുതിയ ഓഫീസ് കെട്ടിടം സേവാതീർത്ഥം, സേവാതീർത്ഥത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയം 100 രൂപ. 100 രൂപ നാണയം നിർമ്മിച്ചിരിക്കുന്നത് നിക്കൽ സിൽവർ. 3 ചോദ്യമുണ്ട് അവിടെ, 3 ചോദ്യം. ഓക്കെ, അടുത്തത് കച്ചം എന്നാൽ എന്ത്? കച്ചം എന്നാൽ എന്താണെന്നാണ് ചോദ്യം. കച്ചം എന്നാൽ പെരുമാറ്റച്ചട്ടം. നമ്മുടെ പുരാതന കേരളത്തില് ഗ്രാമങ്ങളും ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ഒരു പെരുമാറ്റച്ചട്ടമാണ് കച്ചം. കേട്ടോ, കച്ചം എന്ന് പറഞ്ഞു കേട്ടോ. കച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ പുരാതന കേരളത്തിൽ ഗ്രാമ സംവിധാനം, ക്ഷേത്ര സംവിധാനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 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 പെരുമാറ്റച്ചട്ടമാണ് കച്ചം എന്ന് മനസ്സിലാക്കുക. 4 ക്വസ്റ്റ്യൻ കൂടെ എളുപ്പം കഴിയേ. പ്രാചീന കവിത്രയത്തിൽ ശബ്ദസുന്ദരൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കവി. പ്രാചീന കവിത്രയം ആരാണ്? നിങ്ങൾ പറഞ്ഞു, പ്രാചീന കവിത്രയം ആരൊക്കെയാണ്? പ്രാചീന കവിത്രയം എന്ന് പറഞ്ഞാൽ എഴുത്തച്ഛൻ, ഓക്കെ, ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ, ഓക്കെ അല്ലേ? ഇവര് 3 പേരുമാണ് പ്രാചീന കവിത്രയം. എഴുത്തച്ഛൻ, ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാരാണ് പ്രാചീന കവിത്രയം. ഇവര് 3 പേരുമാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് ഇല്ലേ പിള്ളേരെ? പറ, ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് ഇല്ലേ? എഴുത്തച്ഛനും ചെറുശ്ശേരിയും കുഞ്ചൻ നമ്പ്യാരുമാണ് പ്രാചീന കവിത്രയം. ഓക്കെ, ആധുനിക കവിത്രയം ആരാ? ആധുനിക കവിത്രയം ആരൊക്കെയാണ്? ആധുനിക കവിത്രയമാണ് ആശാൻ, കുമാരനാശാൻ, ഉള്ളൂര്, വള്ളത്തോൾ. ആശാൻ, ഉള്ളൂര്, വള്ളത്തോൾ ആധുനിക കവിത്രയമാണ്. ആശാൻ, ഉള്ളൂര്, വള്ളത്തോൾ ആധുനിക കവിത്രയമാണ്. ഓക്കെ, പ്രാചീന കവിത്രയം എന്ന് പറഞ്ഞാൽ എഴുത്തച്ഛൻ, ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാരാണ് പ്രാചീന കവിത്രയം. ആധുനിക കവിത്രയം എന്ന് പറഞ്ഞാൽ ആശാൻ, ഉള്ളൂര്, വള്ളത്തോളാണ് ആധുനിക കവിത്രയം. ഓക്കെ, സ്കൂളിലൊക്കെ ആദ്യമൊക്കെ പഠിച്ചൊരു PSC ചോദ്യം ഇതായിരിക്കും. പണ്ടൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന സാധനമാണ്. ഇപ്പൊ അത് ചോദ്യം ഇട്ടിട്ടുണ്ട്, പക്ഷെ തെറ്റിച്ചിട്ടുണ്ട്. അപ്പൊ ആധുനിക കവിത്രത്തിൽ ശബ്ദസുന്ദരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കവി ആരാ? ശബ്ദസുന്ദരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കവി ആരാ പിള്ളേരെ? ശബ്ദസുന്ദരൻ ആരാ? ശബ്ദസുന്ദരൻ വള്ളത്തോൾ നാരായണ മേനോനാണ് അല്ലേ? ശബ്ദസുന്ദരൻ വള്ളത്തോളാണ്. പക്ഷെ അദ്ദേഹം പ്രാചീനമല്ല, ആധുനിക കവിത്രയമാണ്. ഓക്കെ, ഫിഫ്റ്റീൻ ലവ് എന്ന പദം ഏത് കായിക മത്സരത്തിനാണ് ഉപയോഗിക്കുന്നത്? നന്നായിട്ടൊക്കെ അറിയാന്നുള്ളത് മാത്രം എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. ലവ് ഒക്കെ വരുന്നത് ഒന്നുകിൽ ബാഡ്മിന്റൺ ആയിരിക്കും, അല്ലെങ്കിൽ ടെന്നീസ് ആയിരിക്കും. ലവിന്റെ പോയിന്റ് ഒക്കെ പറയുമ്പോഴേ. ഓക്കെ, ആൻസർ ഓപ്ഷൻ ആണ് ടെന്നീസ്. 15 ലവ് ടെന്നീസ് ആണ്. ഓക്കെ,
2026 വിന്റർ ഒളിമ്പിക്സിന് വേദി ഏതാ? രണ്ടാമത്തെ വേദി. അതാണ് ഞാൻ ആലോചിച്ചത്. 2 വേദി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ആലോചിക്കുന്നത് 2 വേദി ചോദിച്ചല്ലോ എന്ന്. രണ്ടാമത്തെ വേദി ഇതാണ്. 2026 വിന്റർ ഒളിമ്പിക്സിന് വേദിയായ സ്ഥലം. 2026 വിന്റർ ഒളിമ്പിക്സിന് വേദിയായ സ്ഥലം ഏതാ കുട്ടികളെ? 2026 വിന്റർ ഒളിമ്പിക്സിന് വേദിയായ സ്ഥലമാണ് ഇറ്റലിയിലെ മിലാനോ കോർട്ടീന. ഇത് ഓൾറെഡി ചോദിച്ചതാ, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാ. ഓക്കെ, ഇറ്റലിയിലെ മിലാനോ കോർട്ടീന നമ്മൾ പഠിച്ചിട്ടില്ലേ? വിന്റർ ഒളിമ്പിക്സ് 2026 വിന്റർ ഒളിമ്പിക്സ് ഇറ്റലിയിലെ മിലാനോ കോർട്ടീനോ 2026 വിന്റർ ഒളിമ്പിക്സ്. യെസ്, റിവിഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മറന്നു പോകും. നമ്മൾ മാത്രമല്ല, റിവിഷൻ ചെയ്യാത്ത എല്ലാവരും മറന്നു പോകും. ഓക്കെ അല്ലേ? അതുകൊണ്ട് നമ്മൾ റിവിഷൻ ചെയ്ത് വെച്ചിരുന്നാൽ എന്താണ് കുട്ടികളെ? നമുക്ക് മാർക്ക് കിട്ടും. ഓക്കെ അല്ലേ? ചൈന ബീജിംഗ് നടന്നത് 2022 2022 വിന്റർ ഒളിമ്പിക്സ് ആണ് ചൈന ബീജിംഗ്. 2022 വിന്റർ ഒളിമ്പിക്സ് ആണ് ഏത് കുട്ടികളെ? ചൈന ബീജിംഗ് കേട്ടോ. ബീജിംഗിലെ ചൈന നടന്നത് 2022 വിന്റർ ഒളിമ്പിക്സ് ആണ്. ഓക്കെ അല്ലേ? 2030 ഫ്രഞ്ചിലാണ്. 2030 ഫ്രാൻസ്. ഓക്കെ, 2030 ഫ്രഞ്ചിലാണ് കേട്ടോ. 2030 ഫ്രാൻസ്. 2030 ഫ്രഞ്ച് ആൽപ്സ് എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പേര് ഫ്രഞ്ച് ആൽപ്സ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. ലാസ്റ്റ് ചോദ്യം. 2026 ഓസ്കാർ അവാർഡിന് അർഹമായ ഏറ്റവും നല്ല ചലച്ചിത്രത്തിനുള്ള അവാർഡ് കിട്ടിയത് ആർക്കെന്നാണ് ചോദ്യം. 2026 ഓസ്കാർ ഏതാ? പറയുള്ള 2026 ഓസ്കാർ ഏതാ? പറഞ്ഞേ. 2026 ഓസ്കാർ മികച്ച ചിത്രം. അയ്യയ്യേ. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. ഓക്കെ, അപ്പൊ ഇത് വലിയ ബുദ്ധിമുട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഒന്നും അല്ല. കുറച്ച് ക്വസ്റ്റ്യൻസ് സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്, എന്നാലും എഴുതാൻ പറ്റുന്നത് തന്നെയാണ്.